ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. പ്രിയ ചേച്ചിക്ക് ദൈവത്തിന് നന്ദി പറയുന്നു. ചേച്ചി പറഞ്ഞതുപോലെ ഈ ദിവസങ്ങൾ ചേച്ചിയുടെ മെസ്സേജ് വരുമ്പോഴേ ഒരു ബോധ്യം ഉണ്ടായിരുന്നു, ചേച്ചി എന്നെ വിളിക്കും, അതുപോലെ ഇത് മീറ്റിങ്ങിന് വിളിക്കാനുള്ള മെസ്സേജാണ് വന്നിരിക്കുന്നതെന്നും കൂടെ. അത് ചില കാര്യങ്ങൾ അങ്ങനെ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു. ദൈവം തന്ന എല്ലാ സ്നേഹബന്ധങ്ങൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മളെ എല്ലാവരും അവിടവിടങ്ങളായി ദൈവം സൂക്ഷിക്കുന്നുവല്ലോ. പരിചയമുള്ളവരുണ്ടോ എനിക്ക് അറിയത്തില്ല, എങ്കിലും എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ഇന്നും ഇതൊരു വാഗ്ദത്തത്തിന്റെ നിവൃത്തിയാണ്. കാരണം ഒരു സമയത്ത് ഒരു മുറിയുടെ 4 ചുവരിനുള്ളിൽ മാത്രം ഒതുങ്ങി നിന്നപ്പോൾ വിശ്വാസത്തോടെ ഞാൻ ഇരുന്ന് പറയുമായിരുന്നു, ഞാൻ ഇതെല്ലാം സൂം മീറ്റിങ്ങുകളിലും യൂട്യൂബുകളിലും ഒക്കെ സാക്ഷ്യം പറയും. അന്ന് എന്നെ കേൾക്കാൻ മറ്റാരും ഉണ്ടായിരുന്നില്ല, എങ്കിലും എന്റെ ദൈവം എന്തു പറയുന്നത് വാഗ്ദത്തത്തിന്റെ നിവൃത്തിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് എല്ലാവരും ആയിരിക്കുന്നത്. അപ്പൊ അന്ന് ഇങ്ങനെ ഇരുന്ന് പറയുമായിരുന്നു, കർത്താവ് എനിക്ക് വേണ്ടി വഴിയൊരുക്കും, ഞാൻ ഇതെല്ലാം പലയിടങ്ങളിൽ സാക്ഷ്യം പറയും. ഇന്ന് കർത്താവിന്റെ ദൈവത്തിന്റെ കൃപ എന്റെ വലിയ മഹിമയോ എന്റെ വിശ്വസ്തതയോ ഒന്നുമല്ല. കർത്താവ്, ഞാൻ അവിശ്വസ്ത കാണിച്ചപ്പോഴും കർത്താവ് എന്നോട് വിശ്വസ്തനായിരുന്നു. ആ ഒറ്റൊരു കാരണം മാത്രമാണ്. എങ്കിലും ദൈവത്തിന്റെ വലിയ കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്പസമയം അത്തരം വചനം ഒന്ന് ചിന്തിച്ചിട്ട് നമുക്ക് എന്റെ സാക്ഷ്യം ഞാൻ അല്പമായി പങ്കുവയ്ക്കാം ചുരുങ്ങിയ സമയത്തിനുള്ളില്. നമുക്ക് ആദ്യം യോഹന്നാൻ, നമ്മുടെ ജീവിതത്തില് പലപ്പോഴും ജീവിതത്തിൽ ഇങ്ങനെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ ഇന്ന് ഞാൻ പറയുന്ന ചെറിയൊരു വിഷയമായിരിക്കാം, പക്ഷെ ഏറ്റവും വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ് വിശ്വാസം എന്നുള്ളത്. ജീവിതത്തിന്റെ ഏറുന്ന സമയത്ത് നമ്മൾ വിശ്വാസം എന്ന് പറയുമ്പോൾ ആശിക്കുന്നതിനോടൊപ്പം ആ വാക്യം നമ്മൾ എപ്പോഴും പറയാറുണ്ട്. എങ്കിലും എല്ലാം നന്നായി പോകുമ്പം നമ്മൾ എന്തിനെ മുറുകെ പിടിച്ചിരിക്കുന്നു എന്നല്ല, എല്ലാം പ്രതികൂലമാകുമ്പോൾ നമ്മൾ എന്തിനെ മുറുകെ പിടിച്ചിരിക്കുന്നോ അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഇന്ന് എന്തെങ്കിലും പ്രയാസത്തിലോ നിരാശയിലോ വേദനയിലോ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ഇന്നത്തെ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം. കർത്താവെ, യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 31-ാമത്തെ വാക്യം. യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു, അല്പവിശ്വാസി, നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു. ഒരു വാക്യം കൂടെ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം. 6-ാമത്തെ വാക്യം, താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. ഈ 3 വാക്യങ്ങൾ ഇന്നത്തെ ഈ സന്ദേശത്തിന്റെ അവസാനം ആകുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ധാരണ വേണം. ഇന്ന് എന്റെ കയ്യിലുള്ളത് ദൈവം എന്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് 2 പേർക്ക് കൊടുത്ത സർട്ടിഫിക്കറ്റ് ആയത്. ഒരാൾക്ക് കൊടുത്തത് അല്പവിശ്വാസിയെ, മറ്റൊരു വ്യക്തിക്ക് കൊടുത്തത് സ്ത്രീ എന്നതിന്റെ വിശ്വാസം വലുത്. ഇന്ന് നമ്മളെ നോക്കി കർത്താവ് നമുക്ക് എന്ത് വിശ്വാസത്തിന്റെ സർട്ടിഫിക്കറ്റ് തരും? ഈ സന്ദേശം കേൾക്കുമ്പോഴേക്കും നമുക്കൊരു തീർപ്പ് ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒന്നെങ്കിൽ അത് പുതുക്കുവാനും അല്ല എങ്കിൽ ജീവിതത്തിൽ ക്രമീകരണം വരുത്തുവാനും കർത്താവ് സഹായിക്കട്ടെ. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വീണ്ടും നമുക്ക് ശ്രദ്ധ തിരിക്കാം. 6-ാം അധ്യായം അതിന്റെ ആ ഭാഗങ്ങളിലേക്ക് വായിച്ചു വരുമ്പോൾ യേശുവിന്റെ 2 കൂട്ടർ എപ്പോഴും അനുഗമിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ക്രൗഡ് അല്ലെങ്കിൽ പുരുഷാരും, രണ്ടാമത്തെ കൂട്ടർ എന്ന് പറഞ്ഞ ശിഷ്യന്മാരുടെ ഗണമ. അപ്പൊ ഈ എവിടെയൊക്കെ അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നോ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. ഈ ക്രൗഡ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പുരുഷാരം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അത്ഭുതം തീർന്നു കഴിയുമ്പോൾ അവരുടെ റോള് കഴിഞ്ഞു, അവർ മടങ്ങും. അതേസമയം ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ അത്ഭുതങ്ങൾ കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് എന്തുണ്ടായിരുന്നു? ചില ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു, ചില പരീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കും, എല്ലാവർക്കും എനിക്ക് മാത്രം എന്താ ഇങ്ങനത്തെ അവസ്ഥകള്, മറ്റാർക്കും ഇങ്ങനെയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന അവസ്ഥ ഉണ്ട്. ഇപ്പൊ നമ്മൾ ദൈവം ശിഷ്യരായിട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ശിഷ്യരാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില ടെസ്റ്റുകൾ ഉണ്ട് എന്ന് നമ്മൾ ഓർക്കണം. അപ്പൊ യോഹന്നാന്റെ സുവിശേഷം ഈ 6-ാം അധ്യായം എന്ന് പറയുമ്പോൾ അതിന് 1-ാമത്തെ വാക്യം പോലെ വായിക്കുമ്പം യേശു ഒരു തിബിരിയാസ് എന്നുള്ള കടൽ തിബിരിയാസ് എന്ന ഗലീലെ കടലിന്റെ അക്കരയ്ക്ക് പോയി. അവൻ രോഗികൾ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവന്റെ പിന്നാലെ ചെന്നു. യേശു മലയിൽ കയറി ശിഷ്യന്മാരോടൊപ്പം അവിടെ ഇരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് യേശു കാണുകയാണ് വലിയൊരു പുരുഷാരം വരുക. ഈ വലിയ പുരുഷാരം വരുന്ന കണ്ടിട്ട് ഈ 12 ശിഷ്യന്മാരിൽ നിന്നും ഒരാളെ വിളിച്ചിട്ട് കർത്താവ് ഒരു ചോദ്യം ചോദിക്കുക. എന്താ ചോദിക്കുന്നത്? ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. ഇത് അവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ ചോദിക്കുന്ന ചോദ്യം, ഒരു വലിയ പുരുഷാരത്തെ കണ്ടിട്ട് ആ ലിമിറ്റേഷൻസ് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഈ 12 ശിഷ്യന്മാരിൽ നിന്ന് ഒരുവനെ വിളിച്ചിട്ട് അവനോടൊരു ചോദ്യം ചോദിക്കുക. അപ്പം ഏറ്റവും മാറോട് ചേർന്ന് കിടക്കുന്ന യോഹന്നാനുണ്ട്, എപ്പോഴും എടുത്തുചാടി പ്രവർത്തിക്കുന്ന പത്രോസും ഒക്കെ ആ കൂട്ടത്തിലുണ്ട്. അതിനിടയ്ക്ക് ഫിലിപ്പോസിനെ വിളിച്ചിട്ട് അവനൊരു ചോദ്യം. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു കുടുംബത്തിലെ ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്.
മക്കളുണ്ട്, എല്ലാവരും ഉണ്ടെങ്കിൽ ചില സമയത്ത് പേഴ്സണൽ ആയിട്ട് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ കർത്താവിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു ഈ എല്ലാം കണ്ടിട്ട് അപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്താണെന്ന് അറിയാവോ? ഒരു നിർജ്ജനമായ പല ഭാഗങ്ങൾ കമ്പയർ ചെയ്ത് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കി, ഒരു നിർജ്ജനമായ ഇടവ, അവിടെ കടകളൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു വലിയ പുരുഷാരം വരുന്നുണ്ട്, പിന്നെ ശിഷ്യന്മാർ വളരെ കുറച്ചേ ഉള്ളൂ. ഇത് ഒരു വലിയ അസാധ്യമായ ഒരു സാഹചര്യം. ഇത് മനുഷ്യരെ കൊണ്ട് പറ്റുന്ന ഒരു സാഹചര്യമേ അല്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യം കണ്ടിട്ട് യേശു എന്ത് ചെയ്യുക? ഫിലിപ്പോസിനെ വിളിച്ച് അവനോടൊരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ചോദിക്കുക, ഇവർക്ക് തിന്നുവാൻ നമ്മ എവിടെ നിന്ന് കൊടുക്കും? അപ്പൊ ഇങ്ങനെ കൊടുത്തപ്പോ ഈ ഫിലിപ്പോസും പലരും പല അത്ഭുതങ്ങൾ കണ്ടതാ. കാനാവിൽ യേശു ഇതിന്റെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചിരുന്ന യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. ആദ്യത്തെ അത്ഭുതമായിരുന്നു വെള്ളം വീഞ്ഞായി. ഒരു അസാധാരണമായ ഒരു അത്ഭുതം കണ്ടതാ. അപ്പൊ ഈ അസാധാരണമായ അത്ഭുതം കണ്ട ഫിലിപ്പോസിന് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്താ അവന്റെ മറുപടി ഉണ്ട്? അപ്പൊ അപ്പോഴും നമുക്ക് കാണണം, ഇത് അവനെ പരീക്ഷിപ്പാൻ അത്ര ചോദിച്ചത്, താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തില് നമ്മളെ ദൈവം വിളിച്ച് വേർതിരിച്ചു പല അത്ഭുതങ്ങളും കണ്ട നമ്മൾ ഇതുവരെ എത്തിയത്. എന്നാൽ ഇന്നൊന്ന് തിരിഞ്ഞു നോക്കി, ഇന്നായിരിക്കുന്ന നമ്മുടെ സാഹചര്യത്തിന്റെ മധ്യത്തില് നമുക്ക് വിശ്വാസം പറയാൻ പറ്റുന്നുണ്ടോ? എന്തുവാ അങ്ങനെ പ്രവർത്തിച്ച ദൈവം? അതായത് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ കർത്താവിന് ഈ വിഷയം പരിഹരിക്കാൻ കഴിയുമെന്ന് പറയാൻ കഴിയുന്നുണ്ടോ? അല്ലെങ്കിൽ എന്നെ അല്ലെങ്കിൽ എങ്ങനെയോ ജീവിച്ച് എന്നെ വിളിച്ചു വേർതിരിച്ച് ഇവിടം വരെ നടത്തി കൊണ്ടുവന്ന കർത്താവിന് ഇന്ന് ഞാൻ അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിന് അതിനെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് നമ്മളുടെ വായ കൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്നുണ്ട്. പലപ്പോഴും നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഒന്നുമില്ലാതെ എന്തോ പറയുന്നത്, അയ്യോ എന്നെ കൊണ്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഫിലിപ്പോസ് പറയാൻ പോകുന്നൊരു ഉത്തരവുണ്ട്. ഫിലിപ്പോസ് അവനോട് ഓരോരുത്തരും അല്പാൽപ്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയായികയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ശിഷ്യന്മാരിൽ ഒരുത്തനായ ഷിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അതെന്തുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് കാണാം 2 ശിഷ്യന്മാര്, ഫിലിപ്പോസും അതിനോട് കൂടുതൽ വേറൊരു ശിഷ്യനും. അപ്പൊ ഇവർ രണ്ട് തരം ലിമിറ്റേഷൻസ് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇത്രയും സാഹചര്യത്തിനുള്ള അപ്പൊ കർത്താവിന് കൂടുതലൊന്നും ചോദിച്ചില്ല, കാരണം പാറ്റേൺ ഏകദേശം സിമിലർ ആണ്, കർത്താവിന് വ്യക്തതയോടെ അറിയാം. അപ്പം ഇവിടെ പറയുവാണ്, അതിനകത്ത് വേറൊരു ട്രാൻസ്ലേഷൻ, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വെച്ച് കഴിഞ്ഞാൽ 8 months of salary wouldn't be enough എന്നാ പറഞ്ഞത്. 8 മാസത്തെ ശമ്പളം ഈ കാര്യത്തിന് മതിയാവത്തില്ല. അപ്പം ഇത്രയും വലിയൊരു ലിമിറ്റേഷൻ, ഇങ്ങനത്തെ ഒരു സാഹചര്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ കർത്താവെ, നീ വെള്ളത്തെ വീഞ്ഞാക്കിയ നിനക്ക് ഇതും കഴിയുമെന്ന് പറയുന്നതിന് പകരം ഇവര് പറയുന്ന എന്തുവാ? ഇവിടെ ഇത് കഴിയത്തില്ലെന്ന് ഒരാൾ വ്യക്തതയോടെ പറഞ്ഞപ്പോൾ മറ്റാൾ പറയുവാണ്, ഇവിടെ ഇച്ചിരി ഉണ്ട്, പക്ഷെ അത് മതിയാവത്തില്ല. അപ്പൊ നമ്മുടെ സാഹചര്യത്തിൽ ഇപ്പൊ മെഡിക്കൽ റിപ്പോർട്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായ അവസ്ഥകളായിരിക്കാം, അല്ലെങ്കിൽ നിയമപരമായ കുടുക്കുകളായിരിക്കാം, അല്ലെങ്കിൽ രോഗത്തിൻ്റെതായ അവസ്ഥകളായിരിക്കാം, എന്ത് തന്നെയുള്ള കുടുംബത്തിന്റെ പ്രശ്നങ്ങളായിരിക്കാം, എന്തു തന്നെയാവട്ടെ, ഈ സാഹചര്യത്തിൽ കർത്താവ് നമ്മൾക്കും അവസരം തരുന്നുണ്ട് എന്ത് പ്രതികരിക്കാൻ. അപ്പൊ ഇങ്ങനെയുള്ള അവസരത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ കർത്താവ് ചോദിക്കുക, ഇതിൽ നിന്ന് നിന്റെ വായിൽ നിന്ന് വരുന്നത് നമുക്കറിയാം. നമ്മളെ യേശുവിനെ സ്വന്തം രക്ഷാവായിട്ട് ഹൃദയത്തിൽ വിശ്വസിച്ച് വായ കൊണ്ട് ഏറ്റു പറഞ്ഞപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ രക്ഷിക്കപ്പെടുക എന്നുള്ള പ്രക്രിയ പോലും അങ്ങനെ സംഭവിക്കുന്ന ഒരു അദൃശ്യ മണ്ഡലത്തിൽ രക്ഷിക്കപ്പെടുന്ന ഒരു പ്രോസസ്സ് നമ്മൾ ഹൃദയത്തിൽ വിശ്വസിച്ചിട്ട് വായ കൊണ്ട് ഏറ്റു പറഞ്ഞപ്പോൾ ആ ഒരു ക്രിയ നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വായിൽ നമ്മൾ വിശ്വസിച്ച് പറയുന്ന വാക്കുകൾക്ക് എത്രയധികം ശക്തി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലിമിറ്റേഷൻസിനെ നോക്കി നമ്മൾ എന്തൊക്കെ പറയുമോ അത് വിശ്വാസം പറഞ്ഞാൽ അവിടെ ചിലത് സംഭവിക്കുക തന്നെ ചെയ്യും. നമ്മുടെ എന്ത് ശൂന്യതയുടെ അവസ്ഥയാവട്ടെ, എന്ത് ഇരുൾ നിറഞ്ഞ അവസ്ഥയുമാവട്ടെ, ആ സാഹചര്യത്തെ നോക്കി കൽപ്പിക്കുമ്പോൾ കർത്താവിന്റെ പ്രവൃത്തി നടക്കുക ചെയ്യും. എന്റേതായ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ പല സമയത്തും നിയമത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഞാൻ വീട്ടിലിരുന്ന് പറഞ്ഞിട്ട്, കർത്താവെ, ഇന്ന് ഈ രാജാക്കന്മാരോട് കൽപ്പിച്ചിരിക്കാൻ സ്തോത്രം, ഈ ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചുള്ളതിനാൽ സ്തോത്രം, ആ സിംഹാസനത്തിലിരുന്ന കൽപ്പനകൾ ഞങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിച്ചതിനാൽ സ്തോത്രം. സാഹചര്യങ്ങൾ നോക്കി എന്നാൽ പ്രത്യക്ഷത്തിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒന്നും കാണത്തില്ല. പക്ഷേ ആ കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞ സാഹചര്യത്തിൽ പെട്ടെന്നൊന്നും അത്ഭുതങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ മറുവശത്ത് നമ്മുടെ അബ്രഹാമിന് വേണ്ടിയിട്ട് ഒരു ആട്ടിൻകുട്ടിയെ കരുതിയതുപോലെ ദൈവത്തിന്റെ ഒരു കരുതേണ്ട സമയത്ത് കരുതിയ ഒരു ദൈവത്തെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ആയിരിക്കുന്ന അവസ്ഥകളിൽ കഴിഞ്ഞ നാളെ നടത്തിയ ദൈവത്തിന് നമുക്ക് വിശ്വാസത്തോടെ പറയാൻ കഴിയുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കർത്താവ് എന്തു ചെയ്തെന്നറിയോ? കൂടുതലൊന്നും ചോദിച്ചില്ല.
കർത്താവ് പറഞ്ഞു ആളുകളെ ഇരുത്തുവിൻ എന്ന് യേശു പറഞ്ഞു. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു. എല്ലാവരും ഇരുന്നു. പിന്നെ യേശു അപ്പം എടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു. അങ്ങനെ തന്നെ മീനും വേണ്ടിടത്തോളം കൊടുത്തു. അവർക്ക് തൃപ്തിയായ അവൻ ശിഷ്യന്മാരുടെ ശേഷിച്ച കഷ്ണം ഒന്നും നഷ്ടമാകാതെ ശേഖരിപ്പിൻ എന്ന് പറഞ്ഞു. ഇവിടെ നോക്ക്, കൂടുതൽ പിന്നെ കർത്താവ് ഒന്നും ചോദിച്ചില്ല. അടുത്ത ആളുടെ ഉത്തരം ഏകദേശം ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം നമ്മളെ നടത്തി ഇതുവരെയും കൊണ്ടുവരുമ്പോൾ നമ്മുടെ പ്രതികരണത്തിന് ഒത്തിരി ഇവിടെ നിന്ന് മാറ്റി പറഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് വിശ്വാസം പറഞ്ഞിരുന്നെങ്കിൽ, ഇവളെ ഞാൻ ഇത്രയും നടത്തി കൊണ്ടുവന്നതല്ലേ, എന്നിട്ട് ഇവളെ എന്തുകൊണ്ട് ഒരു അപ്പൻ മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊന്ന് വിശ്വാസം പറയുമ്പോൾ സന്തോഷിക്കുന്ന ഒരു പിതാവ് സ്വർഗത്തിലുണ്ടെന്ന് നമ്മൾ എപ്പോഴും ഓർക്കണം. അപ്പൊ ഇങ്ങനെ സാഹചര്യമായിരുന്നപ്പോൾ യേശു എന്ത് ചെയ്തു? അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി കൊടുത്തു. കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ചില നുറുക്കലൊക്കെ ഉണ്ട്. കർത്താവ് ഒന്നും നുറുക്കാതെ ഒന്നിനെയും വാഴ്ത്തിയിട്ടില്ല. അപ്പൊ ഇവിടെ വാഴ്ത്തിയിട്ട് എന്ത് ചെയ്തു? ഇരുന്നവർക്കൊക്കെ കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ ഇവിടെ നമുക്കൊന്ന് കാണാൻ കഴിയും, ഒരു കൂട്ടര് കർത്താവ് ശിഷ്യന്മാരോട് എന്താ പറഞ്ഞ? ഇരുത്തുവിൻ എന്ന് പറഞ്ഞു. അപ്പൊ കർത്താവിൽ നിന്ന് കേൾക്കുവാനും കർത്താവ് പറഞ്ഞത് ഇവിടെ കാണാൻ കഴിയും. ഇരുത്തുവാനും ഇരിക്കുവാനും തയ്യാറായപ്പോൾ അവിടെ ഒരു വർധനവിലേക്ക് കാര്യങ്ങൾ നടന്നു. അപ്പൊ ഇരുത്തുവാനും ഇരിക്കുവാനും തയ്യാറെന്ന് വെച്ചാൽ കർത്താവ് പറഞ്ഞു ഇരുത്തുവിൻ എന്ന് പറഞ്ഞപ്പോൾ അവരത് കേൾക്കാൻ തയ്യാറായി. അതുപോലെ ഇരിക്കാനും ഒരു കൂട്ടർ തയ്യാറായി. അവർ പറയും ഇവിടെ ഒന്നും കാണുന്നില്ല, ഞങ്ങൾ എന്തിനു ഇരുത്തുന്നതെന്ന് ആരും ചോദിച്ചില്ല. അപ്പൊ ഇതെല്ലാം ഒരു അനുസരണത്തെ കാണിക്കുന്നത്. അപ്പൊ കർത്താവ് പറയുന്നത് നമുക്ക് പലപ്പോഴും കേൾക്കാൻ കഴിയാറുണ്ട്, പക്ഷെ പ്രാവർത്തികമാകാൻ കഴിയാറില്ല. ചിലപ്പോ സമയത്ത് നമുക്ക് കേൾക്കാനും കഴിയാറില്ല, കർത്താവ് പറഞ്ഞു ചെയ്യാനും നമുക്ക് പറ്റാറില്ല. ഓരോ ഓളത്തിന് പോകുന്നോളെ നമ്മൾ പോകുന്നത്. അപ്പൊ കർത്താവിനെ കേൾക്കാനും കർത്താവ് പറയുന്നത് ചെയ്യാനും നമ്മൾ തയ്യാറാകുമ്പോൾ അവിടെ ഒരു അനുസരണം നമ്മൾ അങ്ങോട്ട് കാണിച്ചപ്പോൾ ഒരു വലിയ വർധനവിലേക്ക് തയ്യാറാവുന്നതായിട്ട് കഴിഞ്ഞു. അപ്പൊ നമ്മൾ നോക്കാം. അപ്പൊ ഇവിടെ ഒരു അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരുടെ ശേഷിച്ച കഷ്ണം ഒന്നും നഷ്ടമാകാതെ ശേഖരിപ്പൻ എന്ന് പറഞ്ഞു. ഇന്ന് നമുക്ക് നോക്കുമ്പോൾ ഇംഗ്ലീഷ് അതിൽ ലെഫ്റ്റ് ഓവർ ഫ്രാഗ്മെന്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇന്ന് നമുക്ക് തോന്നും കർത്താവ് എന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്താ? ഞാനും കർത്താവിന്റെ കയ്യിൽ ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടതാ, ഞാനും വാഴ്ത്തിയപ്പോ എന്നെയും വാഴ്ത്തിയതാ. പക്ഷെ ഞാൻ ഇന്നൊരു ലെഫ്റ്റ് ഔട്ട് ആയിട്ടുള്ള ഒരു ഫ്രാഗ്മെന്റാ. പ്രത്യേകിച്ച് എനിക്ക് ആരെയും തൃപ്തിപ്പെടുത്താൻ പറ്റിയില്ല, എനിക്ക് ആർക്കും നന്മയൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല, ഞാൻ ഒരിടത്തും ഒരു അനുഗ്രഹമായി തീർന്നില്ല, എന്റെ ജീവിതത്തിന്റെ പർപ്പസ് എന്താ, എന്റെ കോളിംഗ് എന്താ എന്നൊക്കെ ചോദിച്ച് ആയിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നത്, നിങ്ങളും ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെട്ടതാണെങ്കിൽ കർത്താവ് വാഴ്ത്തിയതൊന്നും നഷ്ടമായിട്ടില്ല. അത് ഇന്ന് നമ്മൾ ആയിരിക്കുന്ന ഇടത്തായിരിക്കില്ല ചിലപ്പോൾ നമ്മളെ കുറിച്ചുള്ള കോളിങ്ങും പർപ്പസും ഒക്കെ കിടക്കുന്നത്. പക്ഷെ വൈകാതെ തന്നെ കർത്താവിന്റെ വായിൽ നിന്ന് അടുത്ത നിർദ്ദേശം വരും, നഷ്ടപ്പെടാതെ എല്ലാത്തിനെ ശേഖരിപ്പിൻ. അതിനെ കുട്ടയിലാക്കി കൊണ്ടുപോയി എവിടെയാണോ നമ്മൾ ആയിരിക്കേണ്ടത് അവിടെ കൊണ്ടുപോയി പലതിനെയും തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി കർത്താവ് നമ്മളെ കണ്ടിരിക്കുന്നതായിരിക്കും. അപ്പൊ ദൈവകാര്യങ്ങൾ വാഴ്ത്തിയതാണോ, നമ്മൾ സമർപ്പിക്കപ്പെട്ടതാണോ, കർത്താവ് തീർച്ചയായും നമ്മൾ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അപ്പൊ ഇങ്ങനെയെല്ലാം കഴിഞ്ഞു. അടുത്തൊരു അത്ഭുതം കൂടി ആര് കണ്ടു? ശിഷ്യന്മാര് കണ്ടു. 5 അപ്പവും 2 മീനും 5000ഓളം ആൾക്കാരെ പോഷിപ്പിച്ചു. അപ്പൊ ഇങ്ങനെയെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു? ക്രൗഡെല്ലാം പുരുഷാരമെല്ലാം വിട്ടു വാങ്ങി പോവാ. നോക്കണേ. അപ്പൊ ഇങ്ങനെ പോയ ശേഷം നമുക്ക് വീണ്ടും അതിന്റെ വേറൊരു ഭാഗമായിട്ട് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 22-ാമത്തെ ഭാഗം മുതൽ വായിക്കും. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. അപ്പൊ അപ്പൊ എന്ത് ചെയ്തു? ഒരു അത്ഭുതം ചെയ്തു. ഒരു അത്ഭുതം കണ്ടു. വലിയ അത്ഭുതമാണ്. നമ്മൾ പറയുന്നത് ശിഷ്യന്മാരല്ലേ എന്നൊക്കെ നമ്മളിങ്ങനെ പറയും. യേശു കൂടെ നടന്ന ഇപ്പോഴും നമ്മുടെ കൂടെ കർത്താവുണ്ട്. അപ്പൊ ഈ സാഹചര്യത്തിൽ ഒരു വലിയ അത്ഭുതം കണ്ടിട്ട് അവരോട് പറയുവാണ്, നിർബന്ധിക്കുക. നമുക്ക് പലപ്പോഴും ഈ ടെസ്റ്റിനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ നമ്മളെ നിർബന്ധിച്ച കർത്താവ് വിടുന്നേ. അപ്പൊ ഇവരിങ്ങനെ നിർബന്ധിച്ചയച്ചു പുരുഷാരത്തെ പറഞ്ഞു വിട്ടു. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചതിനു ശേഷം പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരം ആയപ്പോൾ ഏകദേശം അവിടെ ഇരുന്നു. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി. കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. ഇവിടെ നോക്കി, ഇവർ ഒരു അത്ഭുതം കണ്ടിട്ട് ഇവരെ എന്ത് നിർബന്ധിച്ച് പടകിലേക്ക് കയറ്റുക. ഇവരെല്ലാം എന്തു ചെയ്യുക? കപ്പലെ അല്ലെങ്കിൽ ബോട്ടെ കയറിയിരിക്കുക. ഇത് നമ്മളിപ്പോ ഒരിടത്ത് പോയി ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ അവിടെ കണ്ണ് കാണാത്തവര് കണ്ണിന് കാഴ്ച കിട്ടിയെങ്കിൽ, കേൾക്കാത്തവര് കേട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുന്ന വഴി മൊത്തം എന്തായിരിക്കും? നമുക്ക് ഈ വർണ്ണനയായിരിക്കും. കണ്ട പാസ്റ്റർ അപ്പോഴേക്കും പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആദ്യത്തെ ഒരു അനുഭവം എത്രത്തോളം അത് പറയാവോ അത്രത്തോളം നമ്മൾ പറഞ്ഞു കർത്താവിന് മഹത്വം കൊടുത്ത്. ഇനി നമ്മുടെ വീട്ടിലെ ആരുടെയാണ് നടന്നതെങ്കിൽ നമ്മള് അതിനനുസരിച്ചുള്ള പാട്ട് ഞായറാഴ്ച പാടി സാക്ഷ്യം പറയും, അല്ലെ? അപ്പൊ എന്റെ ഒരു ഇത് ബൈബിളിലില്ല, പക്ഷെ എന്റെ ഒരു ഇതിനകത്ത് പറയും, അവര് ബോട്ടെ കയറി ഇരുന്നിട്ട് ഇവരും പാടിയിട്ടുണ്ടാവും, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല, യഹോവയ്ക്ക് കഴിയാത്തൊരു കാര്യമില്ല, അല്ലെങ്കിൽ ദൈവം അത്ഭുതം ചെയ്തു,
ബൈബിളിലെ വചനം ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മളായിരുന്നെങ്കിൽ നമ്മുടെ കോണ്ടെക്സ്റ്റോട് കമ്പയർ ചെയ്ത് പറയുക. അപ്പൊ ഇവരിങ്ങനെ ബോട്ടെ കയറി കർത്താവിന് മഹത്വം കൊടുത്ത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ശിഷ്യൻ പറഞ്ഞിട്ടുണ്ടാവും, ഞാനാണ് ആ ബാലന്റെ കയ്യിൽ നിന്ന് ഇതെല്ലാം മേടിച്ച് യേശുവിന്റെ കൈ കൊടുത്ത്, ആ അപ്പം അങ്ങോട്ട് പെരുക്കുന്ന ഞാൻ കണ്ടു, മീൻ വർദ്ധിക്കുന്ന ഞാൻ കണ്ടു, നേരിട്ട് എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. അപ്പൊ ഇതെല്ലാം പറഞ്ഞ് ഇവരിങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോ കര വിട്ട് പല നാഴിക ദൂരത്തായി. ഈ പല നാഴിക ദൂരത്താവുമ്പോഴത്തേക്കും വീണ്ടും ഇവർക്ക് വിശ്വാസം പറയാൻ കഴിയുന്നുണ്ടോ? നമുക്ക് നോക്കാം. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തെ. നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടന്നു. അടുത്ത അത്ഭുതം, ഈ അത്ഭുതം ആ സാഹചര്യം വിട്ടിട്ട് വിശ്വാസം വീണ്ടും വായിൽ വരുന്നുണ്ടോ? അപ്പം പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി, കാറ്റ് പ്രതികൂലമാകോട്ട് തിരകളാൽ വലഞ്ഞിരുന്നു. കണ്ടോ, അടുത്ത ഒരു പ്രയാസത്തിലേക്ക് ഇവർ പോകുന്നേ. എന്നാൽ ഒരു അത്ഭുതം കണ്ടതിന്റെ, ഒരു അസാധാരണമായ ഒരു കാര്യം കണ്ടതിന്റെ ചൂട് മാറിയിട്ടേയില്ല. അപ്പോഴേക്കും അടുത്ത പ്രതികൂലത്തിന്റെ അവസ്ഥയിലേക്ക് വന്നു. അപ്പൊ നമ്മൾ ഇന്ന് ചേച്ചി പറഞ്ഞു ഇങ്ങനെ അടിക്കടിയായിട്ട് പ്രശ്നങ്ങൾ വരുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ കണ്ടതാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അവസ്ഥകളൊക്കെ ഇങ്ങനെയായിരിക്കാം. ഇങ്ങനെ കടന്നു വരുന്ന സാഹചര്യത്തിൽ ഒന്നും മാറി വരുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എങ്ങനെയാ? നമുക്ക് കർത്താവിൻ ദൈവമേ, ആ പ്രവർത്തിച്ച കർത്താവിന്, ആ അത്ഭുതം ഞാൻ കണ്ടു, അതേ ദൈവത്തിന് ഇതും ചെയ്യാൻ കഴിയുമെന്ന് നമ്മുടെ വായ കൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്നുണ്ടോ? അതെയോ നമ്മൾ ഇതാണോ പറയുന്നത്, ഇതിനി അധികം നാള് പോകത്തില്ല, അല്ലെങ്കിൽ ഇതിലൊരു മാറ്റം വരുന്ന എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ എല്ലാവരുടെയും ജീവിതത്തില് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, പല ഡൈലൂട്ടഡ് ആയിട്ടുള്ള പെറുപെറുപ്പുകളും ഉണ്ടല്ലോ, പല രീതിയിലും നമുക്ക് പറയാമല്ലോ. അപ്പൊ ഇങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എങ്ങനെയാ? അപ്പൊ ഇവിടെ നോക്ക്, രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടൽമേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിൽ നടക്കുന്ന കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു, അതൊരു ഭൂതം എന്ന് പറഞ്ഞ് നിലവിളിച്ചു. ഇപ്പൊ നോക്ക്, അടുത്ത ഒരു പ്രതികൂലത്തിന്റെ അവസ്ഥ വന്നപ്പോഴത്തേക്കും കൂടെ നടന്ന കർത്താവിനെ ഇവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇപ്പൊ എന്തായിട്ടാ കാണുന്നേ? ഭൂതമായിട്ടൊക്കെയാ കാണുന്നേ. അപ്പൊ അങ്ങനത്തെ അപ്പൊ കർത്താവിന്റെ കൂടെ വേർതിരിച്ച് വളരെ പ്രതീക്ഷയോടെ കൂടെ കണ്ട് നടത്തി, പല അത്ഭുതങ്ങളും കാണിച്ചു, പല അവസരങ്ങളിൽ എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ കാണിച്ചു കൊണ്ടുവരുമ്പോ ഒരു പഠിത്തത്തിന് ഒരു വളർച്ചയില്ലാത്ത സാഹചര്യത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉടനെ യേശുവോട് ധൈര്യപ്പെടുകയും ഞാനാകുന്നു എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. വരിക എന്ന് അവൻ പറഞ്ഞു. അപ്പൊ നോക്ക്, ഇവിടെ ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് പറയാ, അങ്ങനെയാണെങ്കിൽ ഞാനും കൂടെ വരട്ടെ. അപ്പൊ വരിക എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിൽ നടന്നു. എന്നാൽ അവൻ കാറ്റുകൊണ്ട് പേടിച്ച് മുങ്ങി തുടങ്ങിയാൽ, കർത്താവെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിനു സംശയിച്ചെന്ന് പറയാം. പലരും ഈ പടകിനോട് പറ്റിയിരുന്നപ്പോ, പല അച്ചച്ചന്മാരും പടകിനോട് ചേർന്നിരുന്നപ്പോൾ നമ്മള് പറയുന്നത്, യോഹന്നാനും ഫിലിപ്പോസും മറ്റുള്ളവരൊക്കെ പടകിനോട് പറ്റിയിരുന്നപ്പോൾ ഒരുത്തൻ എന്ത് ചെയ്തു? വിശ്വാസത്തോടെ ഇറങ്ങി. കർത്താവിനെ നോക്കി ഇറങ്ങിയതേ. അപ്പൊ ഇറങ്ങി കുറെ ചുവടുകൾ എന്ത് ചെയ്തു? അസാധ്യമായതിൽ നടന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മളും പലതിലും സ്റ്റെപ്പുകൾ വെച്ചിട്ടുണ്ടാവും. അസാധ്യമായ സാഹചര്യമായിരിക്കാം. പക്ഷെ ഇന്ന് നമ്മൾ അതിന്റെ ഏത് മധ്യത്തിലായിരിക്കുന്നത്? ആ അസാധ്യതയുടെ നടുവില് അത് വിശ്വാസം പറഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടോ? അത് അതിന്റെ ഇടയ്ക്ക് മുങ്ങിപ്പോയ അവസ്ഥ, ഇപ്പൊ വെള്ളത്തിൽ കിടക്കുന്ന അവസ്ഥയാണോ? അത് കർത്താവെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ സാഹചര്യത്തിലാണോ ഇരിക്കുന്നത്? അപ്പൊ ഇങ്ങനെ അസാധ്യമായ കടലിന്റെ മുകളിൽ നടന്നു വന്ന പത്രോസിനെ നോക്കി യേശു അവൻ എന്ത് സർട്ടിഫിക്കറ്റ് കൊടുത്ത്? അല്പവിശ്വാസി എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്ത്. കാരണം അവന് അതിന്റെ ഇടയിൽ തുടർന്ന് ആ കൺസിസ്റ്റൻസി ഇല്ലാതെയായി പോയി. പ്രശ്നത്തിലേക്ക് നോക്കി വിശ്വാസം പറയുന്നതിന് പകരം പ്രശ്നത്തിലേക്ക്, യേശുവിൽ നിന്ന് നോട്ടം മാറ്റിയപ്പോഴേക്കും ബലൂണിന് കാറ്റഴിച്ചു വിട്ടതുപോലെ വെള്ളത്തിൽ മുങ്ങിപ്പോയി. അപ്പൊ നോക്കുക, അപ്പം അങ്ങനെ വന്ന കുറെ സ്റ്റെപ്പുകൾ വെച്ച നമ്മുടെ പത്രോസിനും കർത്താവ് കൊടുത്ത സർട്ടിഫിക്കറ്റാ എന്ത്? അല്പവിശ്വാസി എന്നുള്ള സർട്ടിഫിക്കറ്റ്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ വിശ്വാസത്തിൽ വന്നിട്ട് ഇത്ര വർഷങ്ങളുടെ പാരമ്പര്യമൊക്കെ നമുക്ക് പറയാനുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ വിശ്വാസി ജനിച്ചു വളർന്നതായിരിക്കാം, പല കാര്യങ്ങളും നമ്മുടെ കടന്നു പോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തില് ഇന്നത്തെ അവസ്ഥയില് ദൈവം നമുക്ക് എന്ത് സർട്ടിഫിക്കറ്റ് തരും? മോളെ, നിന്റെ വിശ്വാസം വലുതാ, നീ കണ്ടിന്യൂ ചെയ്തു പോ, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും, അങ്ങനെയുള്ളൊരു സർട്ടിഫിക്കറ്റ് ആണോ തരുന്നത്? അതെയോ വിശ്വാസത്തിൽ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിലാണോ നമ്മൾ ആയിരിക്കുന്നത്? നമ്മൾ നമ്മളെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാം. അപ്പൊ നമുക്ക് പലരും പറ്റിരിക്കും. പലരും വിശ്വാസത്തിന് വേണ്ടി ഒരു പാരമ്പര്യത്തിലൊക്കെ ആയിരുന്ന സാഹചര്യത്തിൽ പലരും അതിനോട് പറ്റിയിരുന്ന്, പലർക്കും സത്യമാണെന്ന് അറിയാം, യേശുവാണെന്നൊക്കെ അറിഞ്ഞിരിക്കെ പലരും അതിനോട് പറ്റിയിരുന്നപ്പോ നമ്മൾ വിശ്വാസത്തിലേക്ക് പലതും വിട്ടിറങ്ങി വന്നവരാ. അന്ന് വിട്ടിറങ്ങി വന്നപ്പോ കർത്താവിനെ നോക്കി തന്നെ ഇറങ്ങി വന്നേ. പക്ഷെ ഇന്ന് നമ്മൾ
ആയിരിക്കുന്ന ഇടത്ത് അന്ന് കാണിച്ച ഇറങ്ങാൻ കാണിച്ച ശുഷ്കാന്തി നമ്മുടെ ജീവിതത്തിലുണ്ടോ? അത് നമ്മൾ എപ്പോഴും ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയാണോ? ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ കർത്താവ് ഇടവരുത്തട്ടെ. അപ്പൊ അങ്ങനെ വന്ന പല ചുവടുകൾ വെച്ച നമ്മുടെ പത്രോസിന് കർത്താവ് കൊടുത്ത സർട്ടിഫിക്കറ്റ് അല്പവിശ്വാസി എന്നുള്ള സർട്ടിഫിക്കറ്റ്. എന്നാൽ നോക്ക് മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 15-ാം അധ്യായത്തില് 21-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ ഒരു സീതോൻ എന്ന പ്രദേശത്തേക്ക് വന്നു. അവിടെ ഒരു കനാന്യ സ്ത്രീ കർത്താവിന്റെ, ഞാൻ സമയത്തിന് സാക്ഷ്യം കൂടെ പറയാനുള്ളത് കൊണ്ട് വേഗത്തിൽ പറയുക. കനാന്യ സ്ത്രീ കർത്താവിന്റെ അടുത്തേക്ക് വന്നിട്ട്, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോദ്രവം കഠിനമായിരിക്കുന്നു നിലവിളിച്ചു. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അപ്പൊ ആദ്യത്തെ കർത്താവിന്റെ റെസ്പോൺസ് ഒരു വാക്കും ഉത്തരം, മൗനവാ. വീണ്ടും അപ്പം അവന്റെ ശിഷ്യന്മാർ അടുക്കെ വന്ന്, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അതിന് അവൻ, അപ്പൊ രണ്ടാമത് ശിഷ്യന്മാരുടെ റെക്കമെൻഡേഷനും കൂടെ ചെല്ലും. അപ്പം എന്തോ പറഞ്ഞ, അതിന് അവൻ, ഇസ്രായേൽ ഗൃഹത്തിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കലല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവൾ വന്നു, കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അവനോ, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കത്ത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. നോക്ക്, ഇവിടെ ഒരു സാഹചര്യം വന്നിരിക്കാം. ഈ സാഹചര്യം വരുമ്പോൾ കർത്താവ് ശിഷ്യന്മാർക്ക് അനുകൂലമായി നിന്നുകൊണ്ട് ഞാനാ നിങ്ങളെ പേടിക്കേണ്ടെന്ന് പറഞ്ഞപ്പോഴും അവർക്ക് എന്തോ വന്നത്, അവർക്ക് വിശ്വാസം പറയാൻ കഴിഞ്ഞില്ല. അപ്പൊ ചിലര് പറയും, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും അറിയത്തില്ല, എനിക്ക് ആകെ പ്രാർത്ഥിക്കാൻ അറിയത്തുള്ളൂ. അപ്പം മറ്റൊരു ഭാഗം പറയും, ഞങ്ങൾ വന്നിട്ട് ഇത്ര നാളായി എന്നൊക്കെ പറയുമ്പോഴും ഇവിടെ എന്താ ശരിക്കും പ്രാധാന്യമുള്ളത്? ഒരു അത്ഭുതം നമുക്ക് കാണണമെങ്കിൽ ഒത്തിരി നാളത്തെ പ്രവൃത്തി പരിചയമാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഈ സ്ത്രീയെ നോക്ക്, അവൾക്ക് കർത്താവിന്റെ കൂടെ നടന്ന ഒന്നും പരിചയമൊന്നുമില്ല, വലിയ അറിവൊന്നുമില്ല. പക്ഷെ ഇവക്ക് ആകെ അറിയുന്നത് ഇവളുടെ കുഞ്ഞിനെ സൗഖ്യമാക്കാൻ യേശുവിന് മാത്രമേ അറിയത്തുള്ളൂ, യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. അത് ദൃഢമായതായിരുന്നു. ആ ദൃഢമായതും കൊണ്ട് അത് മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. പലതിനെയും സൗഖ്യമാക്കിയത് കേട്ടിട്ടുണ്ട്. ആ ദൃഢമായ വിശ്വാസം കൊണ്ട് അവളെ യേശുവിന്റെ പുറകെ നടക്കുക. അപ്പോഴും കർത്താവ് തന്നെ നിരുത്സാഹപ്പെടുത്തുക. അപ്പോഴൊന്ന് ഓർക്കണേ, ഉള്ളിൽ കർത്താവ് ഒത്തിരി സന്തോഷിച്ചിട്ടുണ്ടാവും. കർത്താവ് ഓരോന്ന് നിരുത്സാഹപ്പെടുത്തി വിടുമ്പോഴും ഇവള് പുറകെ നടന്നിട്ട് പറയാ, നിനക്ക് കഴിയും. അല്ലെങ്കിൽ അപ്പം നുറുക്ക് നായ്ക്കുട്ടി എന്ന് വിളിച്ചിട്ട് പോലും പറയാം, അപ്പം നുറുക്കുകൾ നായ്ക്കുട്ടികൾ പോലും തിന്നുന്നു. അതിനപ്പുറത്തേക്ക് കർത്താവിന് കടന്നു പോകാൻ നീട്ടിക്കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അപ്പോഴും കർത്താവ് പറയാം, അതിന് അവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ തന്നെ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. അപ്പൊ ഇവിടെ എന്തോ മാറ്റം? ഒത്തിരി പേർക്ക് ഒത്തിരി അനുഭവസ്ഥരാ, തിയറിറ്റിക്കൽ നോളജ് ഉണ്ട്, പ്രാക്ടിക്കൽ നോളജ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ മറുഭാഗത്ത് പ്രത്യേകിച്ച് അറിവൊന്നും ഇല്ലെങ്കിലും ഏത് സമയം അവൾക്ക് എന്തുണ്ട്, നിരുത്സാഹപ്പെടുത്തുവാൻ പലരും ഉണ്ടായിട്ട് കർത്താവ് തന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടും അതൊന്നും വകവയ്ക്കാതെ പുറകെ നടക്കുക. അങ്ങനെ പുറകെ നടന്നവൾക്കാണ് എന്ത് കൊടുത്തത്? സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതെന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തത്. പലപ്പോഴും ദൈവത്തിന് പെട്ടെന്നും അത്ഭുതം ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഒരു സമയം വെച്ചിട്ടും ദൈവം അത്ഭുതം ചെയ്യും. അപ്പോഴും കർത്താവ് നോക്കുന്നത്, പല സമയങ്ങളിൽ ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഹീലിംഗ്. ഒരു രാത്രി നേരം വെളുത്തപ്പോൾ ഒരു ദിവസം എന്റെ മോളുടെ ശരീരം മൊത്തം കുരുക്കൾ പൊന്തി, വലിയ കുരുക്കൾ. ഇത് ചിക്കൻ പോക്സ് ആണോ എന്ന് പോലും മനസ്സിലാവാത്ത രീതിയിലുള്ള കുരുക്കൾ പൊന്തി. അന്ന് ഞങ്ങൾ UK-യിലായിരുന്ന സാഹചര്യമാ. ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാനുള്ള GP ഒന്നും പോകാൻ റൈറ്റ് ഇല്ലാത്ത സാഹചര്യം. എല്ലാം വാടകയ്ക്ക് താമസിക്കാനോ ഡോക്ടറെ കാണാനോ ഒന്നും റൈറ്റ് ഇല്ല. അങ്ങനെയായിരുന്ന സാഹചര്യത്തിൽ ഒരു രാത്രിയിൽ ഇവളുടെ ശരീരം മൊത്തം എന്തോ ഞങ്ങൾ വീട് ക്ലിയർ ആക്കുന്ന സാഹചര്യമായിരുന്നു. ഇവളുടെ ശരീരം മൊത്തം കുരുക്കൾ പൊങ്ങി. ഞാൻ അതിന്റെയൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവളിങ്ങനെ കൊച്ചിനെ ഇത് കണ്ടിട്ട് വല്ലാത്ത അവസ്ഥ. ഇവള് കരയുമ്പോൾ ഞാൻ വീഡിയോ പിടിക്കുമ്പോൾ ഈ അമ്മ എന്തൊരു അമ്മയാ. അപ്പൊ ഞാൻ പറഞ്ഞു, യേശുപ്പച്ചൻ നാളെ സൗഖ്യമാക്കും. അപ്പൊ സൗഖ്യമാക്കുമ്പോൾ നമുക്കിത് ഒത്തിരി പേരെ കാണിക്കണം. അതിന് അമ്മയെ എടുത്തു വെക്കുന്നത്. അപ്പൊ ഞാൻ അതെല്ലാം എടുത്തു വെച്ചു. രാത്രിയിലൊക്കെ അന്യഭാഷയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. രാവിലെ ആയപ്പോഴത്തേക്ക് അത് കരിഞ്ഞതുപോലെ ഉണങ്ങിയിരുന്നു. ആ ശരീരം മൊത്തം എത്രത്തോളം കുരുക്കൾ ഉണ്ടായിരുന്നോ അതെല്ലാം ഉണങ്ങിയിരുന്നു. അപ്പം ദൈവത്തിന്, എന്നാൽ അവർക്ക് ചൊറിച്ചിലിന്റെ അവസ്ഥകൾ ഉണ്ടായിരുന്നു, എക്സീമ പോലത്തെ, ഈ കരപ്പം പോലത്തെ അവസ്ഥകൾ ഉണ്ടായിരുന്നു. അത് മാറാൻ ഒത്തിരി സമയം എടുത്തു. ഇപ്പോഴും ചെറുതായിട്ടുണ്ട്. അപ്പോഴും ദൈവത്തിന്റെ ഇഷ്ടമാ അത് എപ്പ സൗഖ്യമാക്കണം, എന്ത് ചെയ്യണം എന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടമാ. പക്ഷെ വിശ്വാസം പറയുക എന്നുള്ളത് നമ്മുടെ കടപ്പാടുമാ. അപ്പൊ അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ കാണാൻ കർത്താവ് കൃപ ചെയ്തു. അപ്പൊ ഇന്ന് തിരിഞ്ഞു നോക്കാം, ഈ സ്ത്രീയെ പോലെ നല്ല സർട്ടിഫിക്കറ്റ്, വിശ്വാസം വലുതെന്നുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് കർത്താവ് തരുവോ? അതെയോ അല്പവിശ്വാസി എന്ന് നോക്കി നമ്മുടെ സാഹചര്യങ്ങളുടെ മധ്യത്തില് നമ്മൾ കർത്താവ് എന്ത് സർട്ടിഫിക്കറ്റ് തരും? ദൈവം നമ്മളെല്ലാം സഹായിക്കട്ടെ. എന്റെ സാക്ഷ്യത്തിലേക്ക് കടക്കാം.
ഞാനൊരു പാസ്റ്റർ മകളായിട്ടാണ് ഞാൻ ജനിച്ചത്. ഞാൻ ജനിക്കുന്ന സമയത്ത് പപ്പായും മമ്മിയൊക്കെ പുതിയ സുവിശേഷ വേലയുടെ ഭാഗമായിട്ടായിരുന്നു. അപ്പൊ അവർക്ക് പ്രത്യേകിച്ച് ആഹാരങ്ങളോ അങ്ങനത്തെ വലിയ കാര്യങ്ങളോ ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ പുകപ്പരയിലായിരുന്നു അവർ താമസിച്ചുകൊണ്ടിരുന്നത്. പകലൊക്കെ റബ്ബർ ഷീറ്റ് പുകയ്ക്കും, രാത്രി ആകുമ്പോഴത്തേക്കും ആ തീയൊക്കെ അണച്ച് ഞങ്ങളെയൊക്കെ കിടത്തി ഓർക്കുന്ന സാഹചര്യം. അങ്ങനെ ഒരു പുതിയ വേലയോടനുബന്ധിച്ചായിരുന്ന സാഹചര്യത്തിലാണ് എന്റെ മമ്മി എന്നെ പ്രഗ്നന്റ് ആവുന്നത്. ആ പ്രഗ്നന്റ് ആവുന്ന സമയത്ത് ഇന്ന് നമുക്കറിയാം, നമുക്ക് ഇപ്പൊ വിദേശത്തൊക്കെ ആകുമ്പം ഇത്ര ഫ്രൂട്ട്സ് തിന്നണം, ഇത്ര വെജിറ്റബിൾസ് തിന്നണം, അത് തിന്നണം, ഇത് തിന്നണം, ഒത്തിരി ലിസ്റ്റ് ഒക്കെ നമുക്ക് മിഡ് വൈഫ്സ് ഒക്കെ തരും. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ നമ്മളോട് പറയും ഇത് കഴിച്ച് നല്ലതാ, കൊച്ചിന് നിറം ഉണ്ടാവും, അതുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒത്തിരി നമ്മൾ കേൾക്കുന്നതാ. പക്ഷെ അന്ന് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് എന്റെ മമ്മി പ്രഗ്നന്റ് ആവുന്നത്. അപ്പം സീസണലായിട്ട് ഒത്തിരി മാങ്ങ വീഴുമായിരുന്നു. ആ മാങ്ങ തിന്നും, അപ്പുറത്തെ വീട്ടിൽ നിന്ന് സാരിക്ക് മുക്കാനാന്ന് പറഞ്ഞ് കഞ്ഞിവെള്ളം മേടിച്ചിട്ട് വരും. അപ്പൊ ഇതായിരുന്നു മമ്മിയുടെ ആഹാരം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് 4 കിലോ ആയിരുന്നു. ഇന്ന് ഞാൻ എല്ലാം കഴിച്ചിട്ട് പോലും എന്റെ കുഞ്ഞുങ്ങൾ, എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്, അവരുണ്ടായപ്പോ ആരും ആ ഒരു ബാറ് മറികടന്നു പോയിട്ടില്ല. അപ്പൊ ദൈവത്തിന്റെ കരുതലുകൾ പല രീതിയിലാണ്. അപ്പൊ അങ്ങനെ എന്റെ ജനനം പോലും ദൈവം വലിയൊരു അത്ഭുതമായിട്ടാണ് ചെയ്തിരുന്നത്. പിന്നീട് ചെറിയ പ്രായത്തിൽ ഒത്തിരി മരണകരമായ സാഹചര്യങ്ങളിലൊക്കെ കടന്നു പോയിട്ടുണ്ട്. അപ്പം ഈ കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുപോകും, അത് മരിച്ചു പോകുന്നു പറഞ്ഞ് വിട്ട അവസ്ഥകളിലൊക്കെ കർത്താവ് വിടുവിച്ച് ഇതുവരെയും എത്തിക്കുവാൻ കർത്താവ് ഇവിടെ വന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ടാണെങ്കിലും അധികം പഠിക്കത്തൊന്നും ഉണ്ടായിരുന്നില്ല. എന്റെ ചേച്ചി അവള് ഓസ്ട്രേലിയയിലുണ്ട്. അവള് ഒത്തിരി നന്നായി പഠിക്കുന്നവര്. അപ്പൊ കമ്പാരിറ്റീവ്ലി ഞാൻ ഒട്ടും പഠിക്കുകയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു ദിവസം ഒരു മീറ്റിങ്ങിന് ഇരിക്കുമ്പോൾ ഒരു ദേവദാസൻ എന്റെ തലയിൽ കൈവച്ചിട്ട് ആലോചന പറയും. അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് ഇവളെ ഒത്തിരി പഠിപ്പിക്കണം, ഇവളെ കർത്താവ് വലിയ വിദ്യാഭ്യാസ നിലയിലൊക്കെ ഉന്നതമായി എത്തിച്ച് അനേകർക്ക് നീതി നടപ്പാക്കി കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഞാൻ അന്ന് എന്റെ ജീവിതത്തിൽ വലിയൊരു എന്തോ പറയുന്നേ, നമ്മൾ നമുക്കിടുന്ന ഒരു മാർക്കുണ്ടല്ലോ, അപ്പൊ ആ ക്രൈറ്റീരിയ മാറ്റി പിടിച്ചത് എന്നെ നോക്കി ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അത് ചെയ്യുന്നുള്ള വിശ്വാസം എന്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുവാനായി. പിന്നീട് അങ്ങോട്ട് ചെറിയ പ്രായത്തിലൊക്കെ എന്തെങ്കിലും ഒന്ന് ലഭിക്കണമെങ്കിൽ പ്രാർത്ഥിച്ചല്ലാതെ ലഭിക്കത്തില്ലായിരുന്നു. കാരണം ഒത്തിരി ലിമിറ്റേഷൻസ് ഞാൻ ഫേസ് ചെയ്തതാ. അങ്ങനെ ആയിരുന്ന സാഹചര്യത്തിൽ കർത്താവിന്റെ ബുദ്ധിയൊക്കെ തുറന്ന്, ഞാൻ ചുരുക്കി പറയുക, ബുദ്ധി തുറന്ന് യൂണിവേഴ്സിറ്റി ടോപ്പർ പോലെ ആവാൻ, റാങ്ക് ഹോൾഡർ ആവാനൊക്കെ കർത്താവ് കൃപ ചെയ്തു. എല്ലാം ദൈവത്തിന് നാമോത്വത്തിനായിട്ട് ഞാൻ പറയുക. പിന്നീട് അങ്ങോട്ടുള്ള കാലങ്ങളൊക്കെ കഴിഞ്ഞ് 2017 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. 2018 ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ആദ്യത്തെ കുഞ്ഞു ജനിക്കാനിടയായി. അപ്പൊ അവള് ജനിച്ച സാഹചര്യം, ഞാൻ ദുബായിലായിരുന്നു ആദ്യ സമയത്തൊക്കെ, എല്ലാ സ്കാനും എല്ലാം നോർമൽ ആയിരുന്നു. ഞാൻ പ്രസവത്തിനോടനുബന്ധിച്ച് നാട്ടിൽ തിരിച്ചു വന്നപ്പം ഒരു ദേവദാസൻ, ഞങ്ങൾക്കൊരു ഉപവാസ പ്രാർത്ഥന നടക്കുമായിരുന്നു. അപ്പൊ ആ ദേവദാസൻ വന്നിട്ട്, എനിക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു ദേവദാസൻ അന്ന് കടന്നു വന്നേ. ആ ദേവദാസൻ കടന്നു വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇനി നീ ഒരു മരണ നിഴലിന്റെ അവസ്ഥകളിലൂടെ കടന്നു പോകും, നീയും ജീവിച്ചിരിക്കരുത്, നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും ജീവിച്ചിരിക്കരുത് എന്നൊരു വലിയ യുദ്ധം നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം, ഒക്ടോബർ 16 മുമ്പ് നിന്റെ ഡ്യൂ ഡേറ്റ്, നിന്റെ പ്രസവം നടക്കുമെന്ന് പറയാനിടയായി. അപ്പം ഒക്ടോബർ 16 ആയിരുന്നു ആക്ച്വലി എനിക്ക് ഡോക്ടേഴ്സ് തന്നിരുന്ന ഡേറ്റ്. അപ്പൊ ആസ്റ്റർ എനിക്ക് പരിചയമൊന്നുമില്ല. പക്ഷെ അതുപോലെ തന്നെ സംഭവിച്ചു. സെപ്റ്റംബർ 28 ആയപ്പോഴത്തേക്കും ഞാൻ കടലേക്ക് കടന്ന് തിരിഞ്ഞു കടന്നപ്പോഴത്തേക്കും എനിക്ക് ഫ്ലൂയിഡ് ബ്രേക്ക് ആയി. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർ ഇൻഡ്യൂസ് ചെയ്തു. പക്ഷെ എനിക്ക് പെയിൻ ഒന്നും ഉണ്ടായില്ല. വൈകുന്നേരം ആയപ്പോഴത്തേക്കും എന്നെ ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുത്തു. അപ്പൊ ഒത്തിരി ഒത്തിരി നന്ദി പറഞ്ഞു. അപ്പൊ നമ്മൾ വളരെ ആദ്യമായിട്ട് ഗർഭിണിയായി കുഞ്ഞുണ്ടാവുന്ന ഒത്തിരി സ്വപ്നത്തോടെ ഒക്കെ ആയിരുന്നു ഞാനും ആയിരുന്നത്. റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ പിറ്റത്തെ ദിവസം ഒത്തിരി നേരം ഒബ്സർവേഷനിലൊക്കെ ഇട്ട് റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ അവളുടെ കയ്യില് പൊതി അഴിച്ച് നോക്കുന്ന പോലെ, നമ്മൾ സ്വാഡിൽ ചെയ്താണല്ലോ കുഞ്ഞുങ്ങളെ വെച്ച് നോക്കുമ്പോൾ, അവളുടെ തലയിൽ മുടി ഉണ്ടായിരുന്നില്ല. കാല് രണ്ടും എക്സ്ട്രീം വളഞ്ഞിട്ട് ക്ലഫിറ്റ് ആയിരുന്നു. മുട്ടിന് കീപ്പോട്ട് വളഞ്ഞിട്ടായിരുന്നു. സാധാരണ റാ പോലെ ഉണ്ടാവും കുഞ്ഞുങ്ങളുടെ, അതല്ല ഇത്. ഒത്തിരി ക്ലഫിറ്റ് ആയിരുന്നു. അത് സർജറി ഒക്കെ ചെയ്യേണ്ടി വന്നു. പിന്നീട് കൈയുടെ വിരലുകൾ കുഞ്ഞിങ്ങനെ പിടിക്കുകയായിരുന്നു. ഹാർട്ടിന് ഹോൾ ഉണ്ടായിരുന്നു. പ്രൊജക്ടൈൽ ആയിട്ടുള്ള വൊമിറ്റിംഗ് ആയിരുന്നു ഓരോ ഫീഡ് കഴിയുമ്പോഴും. അതുപോലെ ഒത്തിരി പ്രശ്നങ്ങൾ. അന്ന് ഞാൻ പറഞ്ഞിരുന്ന വാക്യം, അതേ ഞാൻ ഈ കഷ്ടത മറക്കും, ഒഴുകിപ്പോയ വെള്ളത്തെ പോലെ ഞാൻ ഇതിനെ ഓർക്കുന്ന. അപ്പൊ പലതും ഞാൻ മറന്നുപോയി. പക്ഷെ അന്ന് ഒരു രാത്രി നേരം വെളുത്ത് തിരിഞ്ഞ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മണിക്കൂറുകൾ എഴഞ്ഞ് ഒച്ച എഴയുന്നത് പോലെ പോയിരുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞത് ഇവക്ക് മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ടാവും, സ്പീച്ചിന് ഡിലേ ഉണ്ടാവും, അങ്ങനെയൊക്കെയായിരുന്നു അന്ന് ഞാൻ കേട്ടിരുന്ന വാക്കുകൾ എന്ന് പറയുന്നത്. അപ്പൊ വളരെയധികം എന്താ പറയുന്നത്, നിരാശയുടെ അവസ്ഥ. അപ്പൊ ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അപ്പം ഒത്തിരി കുളിപ്പിക്കാൻ വന്ന ചേച്ചി മുതല് എല്ലാവരുടെ അടുത്തു നിന്നും കുറെ അഭിപ്രായങ്ങൾ നമ്മൾ പറയുമല്ലോ. നമ്മുടെ നാട്ടിലെ വെള്ളപ്പൊക്കത്തിന്റെ സമയത്തായിരുന്നു. അപ്പൊ അവക്ക് ഇത് മഞ്ഞ ഒത്തിരി കൂടി ഫോട്ടോതെറാപ്പി ചെയ്ത് തിരിച്ചെത്തിപ്പോയി കൊച്ചൊരു കരിക്കൊള്ളി പോലെയായി. അത് മാത്രമല്ല ദേഹം മൊത്തം കുരുക്കൾ പൊന്തി തുടങ്ങി, മോഷൻ പോകാൻ ബുദ്ധിമുട്ട്, എല്ലാം കൊണ്ടും ബുദ്ധിമുട്ട്. 18 കിലോ എന്റെ 2 മാസം കൊണ്ട് എന്റെ 18 കിലോ കുറഞ്ഞു.
ഈ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ റബ്ബർ വെട്ടാൻ പോകുമ്പോൾ ഞാൻ എഴുന്നേറ്റിരിക്കുമായിരിക്കും. പിറ്റത്തെ ദിവസം പുള്ളി പോകുമ്പോഴും ഞാൻ ഏറ്റിരിക്കുമായിരിക്കും. അതായത് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഉറങ്ങിയ സമയം. അപ്പോൾ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പിന്നീട് ഞങ്ങൾ അങ്ങോട്ട് ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെ പോകുമായിരുന്നു. അപ്പം അവളുടെ സ്കിന്നിലൊന്നും കയ്യിലൊന്നും സ്കിൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഒത്തിരി പ്രയാസങ്ങളായിരുന്നു. ഹെഡ് ടു ടോ ഒത്തിരി വിരലുകളൊക്കെ ഒട്ടിയിട്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നുപോയി. അപ്പൊ അന്നെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ എന്ത് പറയുന്നേ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസം വരുമ്പോൾ നമ്മൾ ചിന്തിക്കുമല്ലോ, കുശവന്റെ ചക്കിലായിരിക്കുന്നത് ദൈവം പണിയുന്നത് കൊണ്ടെന്ന്. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമല്ലോ. പക്ഷെ കുശവന്റെ ചക്കിൽ കയറണമെങ്കിൽ പോലും അവിടെ ഒരു സമർപ്പണം വേണം. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ വലിയ പാപമൊന്നും ചെയ്യുന്നില്ലല്ലോ, എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു എന്നാണ്. പക്ഷെ ദൈവത്തിന്റെ വലിയ സ്നേഹം കൊണ്ട് കർത്താവ് വീണ്ടും എന്നെ ചക്കിൽ യഥാർത്ഥമായി കയറ്റി ഇരുത്തിയപ്പോഴാണ് അതിന്റെ വേദനയൊക്കെ മനസ്സിലാവാൻ തുടങ്ങിയത്. കർത്താവ് പണിയാൻ തുടങ്ങി ദൈവത്തിന്റെ വലിയ കരുണയാല്. പക്ഷെ 7 മാസത്തോളം എന്തോ പറയുന്നേ, ഒരു ഒരു ഉത്തരവും ഇല്ലാത്തതുപോലെ. ചേച്ചി സമയം തീരാനായോ? ഇല്ല 20 minutes 25 minutes ഓക്കെ. 7 മാസത്തോളം ഒരു രാവിലെ 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഡോക്ടർ അപ്പോയിന്റ്മെന്റ് എടുക്കും. 7 മണിയാകുമ്പോൾ ഹോസ്പിറ്റലിൽ പോകും. തുടർച്ചയായിട്ട് ആശുപത്രി പോക്ക് മാത്രമായ ഒരു സാഹചര്യമായി. ഇങ്ങനെ ഒരു 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 മാറ്റവും ഇല്ലാത്ത സാഹചര്യത്തിലൂടെ ഒത്തിരി ഒത്തിരി കടന്നുപോയി. പക്ഷെ ദൈവത്തെ ചോദ്യം ചെയ്തതിന് പകരം കർത്താവ് എന്നോട് കരുണ തോന്നണം. എല്ലാവരും കിടന്നുറങ്ങുമ്പോ ടോയ്ലറ്റിൽ കയറി പൈപ്പ് തുറന്നു വിട്ട് ഞാൻ വാവിട്ട് കരയുമായിരുന്നു. ഈ അവസ്ഥകൾക്ക് എന്നും മാറ്റം വരും. അന്നൊന്നും പക്ഷേ ഇന്ന് പറയുന്ന പോലെ വിശ്വാസം പറയാനൊന്നും അറിയത്തില്ലായിരുന്നു. ഒത്തിരി പിറുവിറുത്തിട്ടുണ്ട്. കുറെ കഴിഞ്ഞപ്പോ നമ്മളിങ്ങനെ അടിച്ച് നീന്തൽ പഠിക്കുന്നത് പോലെ ദൈവം ആ പ്രോസസ്സിലൂടെ ഒക്കെ കൊണ്ടുപോയി പിന്നീട് വിശ്വാസം പറയാൻ പഠിപ്പിച്ചു എന്ന് വേണം പറയാൻ. കർത്താവ് അങ്ങനത്തെ അവസ്ഥകളിലൂടെയൊക്കെ കടന്നുപോയി. പിന്നീട് 7 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൾക്ക് ചെറിയ ചെറിയ മാറ്റം വന്നു തുടങ്ങി. സർജറി 2 കാലം ചെയ്തു. പിന്നെ അതുപോലെ സ്പീച്ച് ഡിലേ ഉണ്ടാവും, മെന്റൽ റിട്ടാർഡേഷൻ ആവും എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർമാരോടൊക്കെ തർക്കിച്ച് നിന്നിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലൊക്കെ ഡോക്ടേഴ്സിനോട് നിങ്ങൾ എന്ത് കണ്ടിട്ടാ പറയുന്നത്? കാരണം ഒരു അമ്മയാണ്, നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ വാദിച്ചു നിൽക്കുമല്ലോ. അപ്പൊ നമുക്ക് എന്ത് വന്നാലും നമ്മുടെ കുഞ്ഞുങ്ങൾ സഫർ ചെയ്യുന്ന കാണുമ്പോൾ നമുക്കത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവയ്ക്ക് കരച്ചിൽ നിർത്തിയിട്ടുള്ള ഒരു സമയമില്ല. അപ്പൊ എല്ലാവരും അറിഞ്ഞിരുന്ന സുഖമില്ലാത്ത കുഞ്ഞുള്ള വീട് അങ്ങനെയൊക്കെയായിരുന്നു നമ്മളെ ലേബൽ ചെയ്തിരുന്നത്. അപ്പൊ പ്രത്യേകിച്ച് നാട്ടിലും കൂടി ആകുമ്പോൾ ഒത്തിരി സോഷ്യൽ സ്റ്റിഗ്മയുള്ള ഇടവാ. ആൾക്കാർ എന്തോ അഭിപ്രായം പറയാൻ വേണ്ടി ഞങ്ങള് അധികാരമുള്ളവർ എന്നുള്ള രീതിയിൽ വരുന്നവരും പോകുന്നവരും ഒക്കെ അഭിപ്രായം. ചിലരൊക്കെ വന്ന് കണ്ടിട്ട് പൊള്ളിയത് പോലെയൊക്കെ ഇരുന്ന സാഹചര്യമുണ്ട്. അപ്പം വന്ന് കണ്ടിട്ട് ഞങ്ങൾക്ക് ഇത് കാണണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങി ഓടിയ സമയം. അപ്പൊ ഈ കൊച്ചൊരു വല്ലാത്തൊരു ശബ്ദം ഉണ്ടാക്കും. അപ്പൊ അതൊക്കെ കാണുമ്പോഴത്തേക്ക് വല്ലാത്ത അവസ്ഥ. പക്ഷെ ആ സാഹചര്യത്തിൽ ഇവിടെ മുഖത്ത് ഒരു കുരു മാറി പോകുമ്പോൾ പോലും ഞാനത് അറിഞ്ഞിരുന്നു. അത്രമാത്രം ഈ കൊച്ചിന്റെ കാര്യത്തിൽ ഇങ്ങനെ കൺസേൺ ആയി. അപ്പൊ ഒന്ന് കൊച്ചു കൂടുതൽ ഛർദ്ദിച്ചെങ്കിൽ ഞാൻ എന്താ പറയുക, ഒരു കൗൺസിലർ ആയിട്ടൊക്കെ വർക്ക് ചെയ്ത, പക്ഷെ ഒരു മാനസിക രോഗിയെ പോലെ ഞാൻ ആ സമയത്തൊക്കെ ആയിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് പപ്പ പറഞ്ഞത് ഓർമ്മയുണ്ട്, കുഞ്ഞിനെ ദൈവം സൗഖ്യമാക്കും, പക്ഷെ നിന്റെ അവസ്ഥ കാണുമ്പോഴാണ് എനിക്ക് വളരെയധികം ഭാരം ഉണ്ടാവുന്നത്. പക്ഷെ അന്ന് അവരൊക്കെ ചേർത്ത് പിടിച്ചത് കൊണ്ട് ഇന്ന് ദൈവത്തിന്റെ കൃപയാല്, ദൈവത്തിന്റെ വലിയ കൃപയാല് ഇന്നും ആയിരിക്കും കർത്താവ് കൃപ ചെയ്തു. കുഞ്ഞിന് പതുക്കെ പതുക്കെ മാറ്റങ്ങൾ വന്നു. വലിയ അത്ഭുതം ചെയ്തു. ഇന്ന് UK പോയി. അവിടെ ആയിരുന്ന സമയത്തൊക്കെ 10 മാസം മുതലേ അവളുടെ കാര്യങ്ങളൊക്കെ റെഡി ആവാൻ തുടങ്ങി. ദൈവം വലിയ അത്ഭുതം ചെയ്തു. കുറച്ച് സമയം ഡിലേ ഉണ്ടായിരുന്നു നടക്കാൻ. 1.5 വയസ്സൊക്കെ ആയെങ്കിലും ആ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവ് അവൾക്ക് പുതിയ വാക്ക് പഠിപ്പിക്കണം, അവളുടെ ബുദ്ധി അനുഗ്രഹമാക്കുന്നതിന് നന്ദി, എല്ലാം കൈവച്ചൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവത്തിന്റെ കൃപയാൽ അവൾ UK കടന്നു പോയി. എനിക്കൊക്കെ ഒരു അവാർഡ് കിട്ടാൻ ഡിഗ്രി വരെ കാത്തിരിക്കേണ്ടി വന്നെങ്കിൽ കുഞ്ഞിന് ചെറിയ പ്രായം മുതൽ അവാർഡുകളൊക്കെ കിട്ടാനൊക്കെ കർത്താവ് കൃപ ചെയ്തു. അതൊരു ചാപ്റ്റർ. അപ്പൊ അങ്ങനെ ദൈവത്തിന്റെ വലിയ അത്ഭുതം കാണുവാൻ കർത്താവ് കൃപ ചെയ്തു. അതിനുശേഷം എനിക്ക് വിദേശത്ത് പോയി പഠിക്കണമായിരുന്നു. പക്ഷെ ഞാൻ ജനിച്ചു വളർന്ന വീട്ടിലും സാമ്പത്തികമായി ഒത്തിരി പോരായ്മയുണ്ട്. ഞാൻ വന്ന വീട്ടിലും ഒത്തിരി പോരായ്മകളുണ്ട്. ആ സാഹചര്യത്തില് എപ്പോഴൊക്കെ എന്റെ ഉള്ളിലേക്ക് കർത്താവിനെ ഒന്ന് രുചിക്കണം എന്നുള്ള ഒരു കൊതി വളരെയധികം വന്നു. അപ്പൊ ഞാനിങ്ങനെ ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങി, കർത്താവ് നമ്മുടെ ആ കോവിഡ് സമയമൊക്കെ ആയപ്പോഴത്തേക്കും കർത്താവ് എന്നോടൊന്ന് വ്യത്യസ്തമായ രീതിയിൽ സംസാരിക്കണേ. നമ്മൾ നമ്മൾ സേവിക്കുന്ന ദൈവം കേൾക്കുന്ന ദൈവമാ, കാണുന്ന ദൈവമാ, നമ്മളെ അറിയുന്ന ദൈവമാ. അത് നമ്മൾ ബൈബിളിൽ നിന്നും നമ്മൾ വായിക്കുന്നുണ്ട്, പലരുടെ അനുഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ വ്യക്തിപരമായ ജീവിതത്തിൽ അതെനിക്കൊരു അനുഭവമായിട്ട് തരണേ എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ 3 ദിവസം ഉപവാസം ഇരിക്കുക. അപ്പൊ ഞാൻ ദൈവത്തോട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ ആ കോവിഡിന്റെ റെസ്ട്രിക്ഷൻസ് ഒക്കെ കഴിഞ്ഞ് ചെറുതായിട്ട് ട്രാവൽ ചെയ്ത് തുടങ്ങാൻ യാത്രയ്ക്ക് അനുമതിയൊക്കെ ലഭിച്ച സമയം. അപ്പൊ എന്റെ മമ്മിയൊക്കെയും കൂടെ, എന്റെ മമ്മി എന്റെ ആങ്ങളെയും
മമ്മിയുടെ വീട്ടിലേക്ക് പോയി. പപ്പായും ഞാനും എന്റെ കുഞ്ഞും മാത്രമേ വീട്ടിലുള്ളൂ. ഞങ്ങള് പാലാങ്കര ആയിരിക്കുന്ന സമയത്ത് ആ സമയത്ത് ഞാൻ ദൈവത്തോട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ രാവിലെ മുതൽ പ്രാർത്ഥിക്കാനിരുന്ന് ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ പോലും പ്രാർത്ഥിക്കാനിരുന്ന് കൊച്ചിനുള്ള കുറുക്ക് കാര്യങ്ങളൊക്കെ വേഗം പപ്പയുടെ എടുത്ത് കൊടുത്ത് മമ്മി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാ പോയിരിക്കുന്നത്. അപ്പൊ അവരുടെ പപ്പയുടെ കാര്യങ്ങളൊക്കെ ചൂടാക്കി കൊടുത്ത് കൊച്ചിനെ വീണ്ടും പപ്പാനെ ഏൽപ്പിച്ചിട്ട് വീണ്ടും വന്ന് ദൈവസ്ഥനിൽ കടന്ന് കരയും. ദൈവത്തോട് ഇങ്ങനെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദൈവമേ എന്നോടൊന്ന് സംസാരിക്കണം. ആദ്യത്തെ ദിവസം കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും കർത്താവ് എന്റെ ഹൃദയത്തിൽ വലിയ ബോധ്യം തരാൻ തുടങ്ങി. നിന്നോട് സംസാരിക്കാനായിട്ട് ഞാനൊരു വ്യക്തി അയക്കാം. അപ്പൊ ഞാൻ ഇങ്ങനെ പറയാൻ തുടങ്ങി, കർത്താവ് വ്യത്യസ്തമായ രീതിയിൽ എന്നോട് സംസാരിക്കണം, ഇതുവരെ ആരോട് സംസാരിക്കാത്ത രീതിയിൽ എന്നോട് സംസാരിക്കണം. അപ്പൊ അങ്ങനെ വാശി പിടിച്ച് കരയുന്നത് പോലെ. അപ്പൊ രാത്രി 2 മണി വരെ, വെളുപ്പിന് 2 മണി വരെ ഒക്കെ ഞാൻ ഇതിനു വേണ്ടി ഇരിക്കുക. അപ്പൊ ആഗ്രഹം ഇങ്ങനെ വർദ്ധിച്ചൊന്ന് കർത്താവിനെ ഒന്ന് എനിക്ക് പേഴ്സണൽ ആയിട്ടൊന്ന് രുചിക്കണം. അതാണ് എന്റെ ആഗ്രഹം. സാമ്പത്തികമോ മറ്റൊന്നും ആയിരുന്നില്ല അന്നത്തെ ആവശ്യം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കുറെ ചോദ്യങ്ങൾ, ജീവിതത്തിന്റെ അർത്ഥം വന്നത്, എന്തിനാ എന്നെ കണ്ടിരിക്കുന്നത്, അതൊക്കെ ദൈവത്തിൽ നിന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ പുറകെ നടക്കുക. അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് അന്നത്തെ ദിവസം അപ്പൊ കർത്താവ് ഇങ്ങനെ ആളെ അയക്കുമെന്ന് പറയുന്നുണ്ട്. അതെനിക്ക് ബോധ്യമായിട്ട് ഹൃദയത്തിൽ ബോധ്യം, ഇന്ന് ചേച്ചിയോട് ഞാൻ പറഞ്ഞതുപോലെ അന്ന് ഹൃദയത്തിൽ വരുന്ന ബോധ്യമാ. അപ്പം ആ ബോധ്യം ഞാൻ എന്നിട്ട് അപ്പൊ ഞാൻ ദൈവത്തോട് പറയും ഇതൊരു വ്യത്യസ്തതയല്ല. എന്നിട്ട് പിറ്റത്തെ ദിവസം ആയപ്പോഴത്തേക്കും പപ്പ എന്നോട് വന്ന് പറഞ്ഞു, ഒരു ഗ്രൂപ്പ് ഓഫ് പാസ്റ്റേഴ്സ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് കടന്നു വരുന്നുണ്ട്. അപ്പൊ അവർ നമ്മുടെ താഴെ ചർച്ച്, മുകളിൽ പാഴ്സനേജു. അപ്പൊ താഴെ അവർ ചർച്ചിൽ കിടക്കും. രാവിലെ ആകുമ്പോൾ അവർ എഴുന്നേറ്റ് പോകും. നമുക്ക് പ്രത്യേകിച്ച് അപ്പൊ ആഹാരം കൊടുക്കണം, ഒന്നും കൊടുക്കണ്ട. പക്ഷെ അവർ പോകും. രാവിലെ ആകുമ്പോഴത്തേക്കും ഇങ്ങോട്ട് കയറി വരത്തില്ല, ബുദ്ധിമുട്ടാക്കണ്ട ചിന്തിച്ചിട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അന്ന് രാത്രി ഒക്കെ കേട്ടു. ഞാൻ വീണ്ടും ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ രാത്രി എന്നോട് കർത്താവ് പറയാ, ആ വരുന്നതിൽ ഒരു വ്യക്തി ഞാൻ നിനക്ക് വേണ്ടി അയച്ചിരിക്കുക. നിനക്ക് ആ വ്യക്തി നിനക്കൊരു കത്ത് തരും. നീ ദൈവത്തോട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം അതിനകത്ത്, നീ എന്നോട് ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ഉത്തരം അതിനകത്ത് ഉണ്ടാകും. അപ്പൊ ഇതൊരു മനുഷ്യൻ പറയല്ല, എന്റെ വീട്ടിലെ ബാക്കി ആർക്കും അറിയത്തില്ല, എനിക്കും ദൈവത്തിനും മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ രാത്രിയിലൊക്കെ ഞാനിരുന്ന് പ്രാർത്ഥിക്കുക. കുഞ്ഞിനെ ഉറക്കി വീണ്ടും പ്രാർത്ഥിക്കാനിരിക്കും. അതിങ്ങനെ ശബദം പിടിച്ചതുപോലെ ഞാൻ ഇരിക്കുക. രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പ എന്നെ ശല്യം ചെയ്യണ്ടെന്ന് വിചാരിച്ച് പപ്പ ഒരു കാപ്പിയൊക്കെ ഇട്ടുകൊണ്ട് കൊടുത്തു. എന്നാലും ഞാൻ എഴുന്നേറ്റ് ചെന്ന് നോക്കുമ്പോ പപ്പ താഴെ നിന്ന് കയറി വരുമ്പോ ഞങ്ങളുടെ സ്റ്റെയർ രണ്ടാമത്തെ നിലയിലേക്കുള്ളത് പുറത്തുനിന്നാ. അപ്പൊ കയറി വരുമ്പോഴേ ഞാൻ എഴുന്നേറ്റ് പോവുക. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കറിയാം പപ്പ വരുന്നത് ആ എഴുത്തും കൊണ്ടാ വരുന്നതെന്ന്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് വേറൊരു മാനുഷികമായ ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നും നടന്നിട്ടില്ല. അപ്പം പപ്പ കൈ വരുമ്പോ പപ്പയുടെ ചായ ഗ്ലാസ് കൊണ്ടുപോയി ഒരു ട്രേ അല്ലാതെ മറ്റൊന്നും കയ്യിലില്ല. പക്ഷെ കയറി വരുമ്പോഴേ ഞാൻ ഇത് മാത്രമേ കാണുന്നുള്ളൂ എങ്കിലും ഞാൻ ബോധ്യത്തോടെ നടന്ന് ഫ്രണ്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പ കയറി വരുമ്പോ പപ്പയുടെ പോക്കറ്റിൽ നിന്ന് ഒരു പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട്, ഇന്നും എന്റെ ബൈബിളിൽ അത് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അത് പേപ്പർ എടുത്തിട്ട് പപ്പ ഇങ്ങനെ പറയുവാണ്, ആ താഴെ വന്നവരിൽ നിന്ന് ഒരു വ്യക്തി, ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ നിനക്ക് തരാൻ വേണ്ടി തന്ന ആ പുള്ളി ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ഒരു സ്ത്രീ 3 ദിവസമായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുക. ആ സ്ത്രീ ദൈവത്തോട് ഒത്തിരി ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങളുടെ എല്ലാ ഉത്തരവാണ് ഇതിനുള്ളതെന്ന് പറഞ്ഞിട്ടാണ് പപ്പയുടെ കൊടുത്തേ. അപ്പൊ ഞാൻ അത് കൊണ്ടുവന്നു. പിന്നെ തുറന്നു നോക്കുമ്പോൾ ഞാൻ ഒത്തിരി ഒരു ദർശനം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു 10-12 വാക്യങ്ങളുണ്ട് അതിനകത്ത്. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ച ഓരോ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളായിരുന്നു ഓരോ വാക്യങ്ങളുമായിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ ദൈവം വ്യത്യസ്തമായ രീതിയിൽ ഇടപെടുന്നു. അപ്പൊ പലപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആഗ്രഹമുണ്ട്, നമ്മൾ ഈ ബൈബിൾ വായിച്ച് നമ്മളൊരു കഥ പോലെ വിട്ടുപോകുക. പക്ഷെ പേഴ്സണലി നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ? അപ്പൊ ഇല്ല എങ്കിൽ എന്റെ ജീവിതത്തിൽ ഒരു വല്ലാത്തൊരു 3 ദിവസത്തെ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ബലം ലഭിച്ചതുപോലെ, അതുപോലെ എന്നെ കാണുന്ന ഒരു ദൈവം ആണ് എനിക്കുള്ളത് ഒരു ബോധ്യം തന്ന ഒരു അനുഭവമായിരുന്നു അതുണ്ടായിരുന്നത്. പിന്നീടാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ സാമ്പത്തികമായി വളരെ പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു നിയമമുണ്ട് ഞങ്ങൾക്ക്, ഒരിക്കലും ആരോടും വായ്പ മേടിക്കത്തില്ല, വായ്പ വാങ്ങാൻ ഇടവരത്തില്ല, കൊടുക്കുവാനുള്ള സമൃദ്ധി തരും. 10-20 ലക്ഷം രൂപയോളം പോകാൻ വേണം, കയ്യിൽ പൈസ ഇല്ല, ജോലി ഇല്ലാത്ത സാഹചര്യങ്ങള്. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, എന്റെ അപ്പന് എന്നെ തന്ന് സഹായിക്കാൻ കഴിയില്ല, ഭൂമിയിൽ അപ്പന്മാർക്ക് എനിക്ക് വേണ്ടി തരാൻ കഴിയില്ല. പക്ഷെ എന്റെ അച്ഛന് ഒത്തിരി പോരായ്മയുണ്ട്, ജോലിയുടെ ഒത്തിരി പ്രയാസങ്ങളോട് കടന്നു പോവാ, ഒത്തിരി രൂപ വേണം. പക്ഷെ ദൈവം വാഗ്ദത്തം തന്നു, ഞാൻ എന്ത് ചെയ്യും? അപ്പൊ കർത്താവിനോട് പറഞ്ഞു, എന്റെ ഭൂമിയിലുള്ള പിതാവിനെ ഞാൻ മുറുകെ പിടിച്ചേക്കുക, സ്വർഗത്തിലുള്ള പിതാവിനെ ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്നു, ആ സ്വർഗത്തിലുള്ള അപ്പൻ എന്റെ ഭൂമിയിലുള്ള ആവശ്യം നടത്തി തരാൻ കഴിയും. ഞാൻ അങ്ങനെ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, ആരോടും പറഞ്ഞില്ല. അപ്പൊ എല്ലാവരും പറഞ്ഞു, ഓക്കെ ആപ്ലിക്കേഷന്റെ കാര്യങ്ങളൊക്കെ നടക്കുക, അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം എല്ലാം ശരിയാകുമ്പോഴത്തേക്കും പോകാൻ പറ്റും. അങ്ങനെ പറഞ്ഞ് മാറ്റി നിർത്തിയപ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞു, ഇല്ല കർത്താപ്പച്ച, അങ്ങേക്ക് എന്നും പ്രവർത്തിക്കാൻ കഴിയും, കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണേ. അങ്ങനെ ആയിരിക്കുന്ന സമയത്താണ് മമ്മിയോട് എനിക്ക് അവർക്ക് എന്നെ പൈസ തന്ന് സഹായിക്കേണ്ട ഒരു ആവശ്യമില്ല, അവര്
റാൻഡമിലി ഒരു കോള് വന്ന് ഞാനിങ്ങനെ പോകുന്ന കാര്യമൊക്കെ അന്വേഷിച്ച് അവർ എന്റെ പേരിൽ 10-20 ലക്ഷം രൂപ ഇട്ടിട്ടാണ് ഞാൻ കടന്നു പോകാനൊക്കെ കർത്താവ് വഴി തുറന്ന്. അവിടെ ആയിരുന്ന സാഹചര്യത്തിലൊക്കെ ഒത്തിരി പ്രയാസങ്ങളോടെ കടന്നുപോയി. കുഞ്ഞുങ്ങൾ രോഗം വന്ന അവസ്ഥ, അല്ലെങ്കിൽ വീട്ടിലെ മാതാപിതാക്കൾക്ക് പ്രയാസം ഉണ്ടാകുന്ന അവസ്ഥ, ജോലി ഇല്ലാത്ത അവസ്ഥ. ഒരു പ്രാവശ്യം ഞാൻ മൂന്നാമത്തെ കുഞ്ഞിനെ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെയാണ് കുഞ്ഞുണ്ടായത്. രണ്ടാമത്തെ ഞാൻ ഭയങ്കര അഡമന്റ് ആയിരുന്നു, എനിക്ക് പിള്ളേരെ വേണ്ടാന്ന് പറഞ്ഞ് വളരെ വാശി പിടിച്ചു തന്നൊരു സാഹചര്യമായിരുന്നു. ആ സാഹചര്യത്തില് കർത്താവ് സംസാരിക്കാൻ തുടങ്ങി. എന്റെ കുഴപ്പം കൊണ്ടാണ് എന്റെ കുഞ്ഞ് അങ്ങനെ ആയതെന്നുള്ളൊരു ചിന്ത എന്റെ ഉള്ളിൽ പിശാച് നുണ പറഞ്ഞു തന്നപ്പോ അത് വിശ്വസിക്കും. നമ്മൾ പല നുണകളും വിശ്വസിച്ചിരിക്കുവാണല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ വിശ്വസിച്ചിട്ട് ഞാൻ ഇങ്ങനെ വല്ലാത്ത ഒരാൾ സ്ട്രഗിൾ ചെയ്യുന്നത് ഞാൻ കാണുന്നു. ഇനി എനിക്ക് അടുത്തൊരു കുഞ്ഞ് സ്ട്രഗിൾ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഞാൻ ഇത് കരഞ്ഞുകൊണ്ടിരുന്നപ്പോ ഒരു മീറ്റിംഗിൽ വെച്ചൊരു ദേവദാസിനോട് ആലോചന വന്നു, നിന്റെ കുഴപ്പം കൊണ്ടാണ് നിന്റെ കുഞ്ഞ് അങ്ങനെ ആയതെന്നാ നീ പറയുന്നേ, പക്ഷെ അല്ല, അവളൊരു ദൈവപ്രവൃത്തിയുടെ ഭാഗമായിട്ട് അങ്ങനെ ജനിച്ചിരിക്കുന്നേ എന്ന് പറയാനിടയായി. എന്നിട്ടിന് ശേഷം പിന്നെ ദൈവനോട് സംസാരിച്ച്, ഞാൻ നിനക്ക് ഒരു ആൺകുഞ്ഞിനെ തരും, അവന് ഇന്നത് പേരിടണം. അങ്ങനെയാണ് രണ്ടാമത് മോനുണ്ടായി, ജോനതൻ എന്ന അവന്റെ പേര്. അത് കഴിഞ്ഞപ്പോ ഞാൻ വീണ്ടും വാശി പിടിച്ച് കയറുന്നത്, ഇനിയിപ്പം പിള്ളേരൊന്നും ആവശ്യമില്ല, ഒരാകൊച്ചൊരു പെൺകുഞ്ഞായി. പക്ഷെ അതിനുശേഷം എനിക്കൊരു മിസ്കാരേജ് ഉണ്ടായി. മിസ്കാരേജ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വല്ലാത്തൊരു സങ്കടമായി തീർന്നു. അണ്ട് ഞാൻ ദിവസങ്ങളിൽ ഇരുന്ന് കരയാൻ തുടങ്ങി. കർത്താപ്പച്ച, ഞങ്ങളിലൂടെ ദൈവം ഇനി തലമുറയെ കണ്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്നോടൊന്ന് സംസാരിക്കണേ. ഞാൻ അഡമന്റ് ആയതുകൊണ്ടാണോ? എന്നോട് ക്ഷമിക്കണേ, ഞാൻ സബ്മിസീവ് ആയിക്കൊള്ളാം എന്ന് പറഞ്ഞ് ദൈവസ്ഥലിൽ സമർപ്പിച്ചു. പക്ഷെ എന്നോട് ആദ്യം ഒന്ന് സംസാരിക്കണം, ഞാൻ ഒരുങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തു. 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഞായറാഴ്ച രാവിലെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനോട് സംസാരിക്കുക, സങ്കടദേശത്തെ യഹോവനെ വർദ്ധിപ്പിച്ചു, ഞാൻ നിനക്ക് മൂന്നാമത്തെ കുഞ്ഞിനെ തരാൻ പോകുക. എക്സാക്ട്ലി 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിയുക. ആ കുഞ്ഞിനെ ഞാൻ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മുടെ ലോകത്തിൽ നമുക്ക് ഒരു ഇതുണ്ട്, ജോലി വേണം, മക്കളെ വളർത്തണമെങ്കിൽ എല്ലാം ഉണ്ടെങ്കിൽ ഇനി ഗർഭിണിയായാൽ കുഴപ്പമില്ല. പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ ഒന്നും ഇല്ലാത്ത സമയത്ത് ആ കുഞ്ഞിന് ഞാൻ ഗർഭിണിയായിത്തീരുന്നത്. ആ സാഹചര്യത്തിൽ ഒരു ദിവസം നിങ്ങളുടെ വിശ്വാസത്തിന്റെ വർധന വേണ്ടി ഞാനൊരു സമയക്കുറവുകൊണ്ട് വേഗത്തിൽ ഒരു കാര്യം പറയാം. ആ കുഞ്ഞിനെ ഗർഭിണിയായിരുന്ന സമയത്ത് നമുക്ക് വളരെ പല കാര്യങ്ങളും കഴിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാവുമല്ലോ. UK-യിലായിരുന്ന സാഹചര്യമാണ്. ഒരു സമ്പന്ന രാജ്യത്ത് ജീവിക്കുമ്പോൾ ഉള്ള അവസ്ഥ ഞാൻ ഈ പറഞ്ഞു. 2 ലക്ഷം രൂപയെങ്കിലും അവിടെ ഒരു മാസം കഴിയണമെങ്കിൽ ആവശ്യമാണ്. പക്ഷെ 2 പേർക്കും ജോലിയില്ലാത്ത സാഹചര്യം. ഞങ്ങൾ ആരോടും വായ്പ മേടിക്കാൻ നിന്നിട്ടില്ല. എല്ലാ കാര്യങ്ങളും എഴുതിയും വെച്ചും പ്രാർത്ഥിക്കും, ദൈവം ആരിലൂടെയൊക്കെ സംസാരിക്കും, കർത്താവ് പ്രവർത്തിക്കും. അങ്ങനെയായിരുന്നു അന്നത്തെ സാഹചര്യത്തിൽ ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്കൊരു ദിവസം കപ്പ ബിരിയാണി തിന്നണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പൊ വീട്ടിലെ കപ്പയില്ല, എല്ലില്ല, ഇഞ്ചിയില്ല, കുറച്ച് പൊടികളൊക്കെ ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനിങ്ങനെ അടുക്കളയിൽ നിന്നിട്ട് ഞാനിങ്ങനെ കർത്താപ്പച്ചനോട് പറയാം, അപ്പച്ചൻ ഇത് തിന്നണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ ഞാൻ അച്ഛനോട് വന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇങ്ങനെ പറഞ്ഞു നിൽക്കുക. അന്നത്തെ ദിവസം വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ പാസ്റ്റർ ഇങ്ങനെ യാത്ര ചെയ്ത് തിരിച്ചു വന്നപ്പോ ഡോറയും വന്ന് നോക്ക് ചെയ്തു. അപ്പൊ എന്റെ അച്ഛൻ പോയി വാതിൽ തുറന്നപ്പോ ഒരു പൊതി കൊടുത്തു. അപ്പൊ അതിനകത്ത് ഒരു ചേച്ചി കൊടുത്തു വിട്ടതാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ പൊതി വന്ന് തുറന്നു നോക്കിയപ്പോ അതിനകത്ത് കപ്പയുണ്ട്, എല്ലുണ്ട്, ഇഞ്ചിയുണ്ട്. അപ്പൊ നമ്മുടെ ദൈവം എങ്ങനെ കാണും? അപ്പൊ വേണമെങ്കിൽ അവർക്ക് ആ UK എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഇന്ത്യയിൽ പോലെ അയൽവക്കത്തേക്ക് കൊടുക്കുന്ന രീതി സമ്പ്രദായങ്ങളൊന്നും അവിടെ ഇല്ല. അവിടെ ആരും അങ്ങനെയൊന്നും കൊടുക്കത്തുമില്ല. പക്ഷെ ദൈവം എന്നെ പഠിപ്പിച്ചൊരു കാര്യം, നിന്റെ വീട്ടിൽ എന്താണോ ഇല്ലാത്തത്, ഏതൊരു സാഹചര്യവും ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞിട്ടാണ് എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കർത്താവ് എനിക്ക് ആ അനുഭവം തന്നത്. അങ്ങനെ ദൈവം അങ്ങനെ ഒരു അത്ഭുതം ചെയ്തു. അതോടൊപ്പം തന്നെ ഒരു പ്രാവശ്യം എന്റെ കുഞ്ഞുങ്ങൾക്ക് ചൊറിച്ചിൽ വളരെ പ്രയാസമായിട്ട്, ക്രീം ഒന്നും തേക്കാനില്ല, അച്ഛന് അടുത്തത് ഊബർ ഓടാൻ പോയാലേ പൈസ കിട്ടത്തുള്ളൂ. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെ കടന്നുപോയി. അപ്പൊ ഞായറാഴ്ച എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റില്ല. ഞാൻ മൂന്നാമത്തെ കുഞ്ഞിനെ പ്രഗ്നന്റാ. രണ്ടാമത്തെ കുഞ്ഞിന് തൂത്ത് കൊടുത്തോണ്ട് ഞാൻ കട്ടിലിൽ ഇരിക്കുമ്പോ കണ്ണിൽ നിന്ന് ഇങ്ങനെ കരഞ്ഞു വെള്ളം ഒഴുകുന്നുണ്ട്. അപ്പം ഒരു ഉച്ചയൊക്കെ ആയ സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിക്കരുത്, അപ്പൊ ഇനി ഒരു ക്രീം മേടിക്കാനുള്ള പൈസ കയ്യിലില്ല. ഒരു E45 എന്ന് പറഞ്ഞ ഒരു ക്രീമിന്റെ പേരാ. ആ ക്രീം കിട്ടുമായിരുന്നു, നല്ലതായിരുന്നു, എന്തെങ്കിലും ഒന്ന് തേച്ച് കൊടുക്കാലോ, നല്ലതായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല അപ്പച്ച, ദൈവത്തിന് നന്ദി, ഈ ചൊറിച്ചിലിനുമായിട്ട് ദൈവത്തിന് നന്ദി. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് കുറച്ച് 2:30 ആയപ്പോഴത്തേക്ക് എന്റെ അച്ഛനും കൊച്ചുങ്ങളൊക്കെ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ ഒരു കവറും കൊണ്ടാ വരുന്നത്. അപ്പൊ കവറും കൊണ്ട് വരുമ്പോൾ ഞാൻ ആ കവർ തുറന്നു നോക്കുമ്പോൾ 2 E45 ക്രീം ഉണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഉച്ചയ്ക്ക് 12:30. അപ്പൊ ഞാൻ അച്ഛനോട് ചോദിച്ചു, ഇത് ആര് തന്നെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ വരുന്ന ഒരു ആന്റി തന്നതാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇത് അറിയാൻ ഭയങ്കര എക്സൈറ്റഡ്, കാരണം ദൈവം പ്രവർത്തിക്കുന്ന രീതികൾ അറിയാൻ വേണ്ടി വളരെ എക്സൈറ്റഡാ. അപ്പൊ ഞാൻ അങ്ങനെ ആ ആന്റിയെ വിളിച്ചിട്ട് ചോദിക്കും, എന്തുകൊണ്ട് ആന്റി ഇതിനു മുമ്പ് എനിക്ക് തന്നിട്ടില്ല ക്രീം, എന്തുകൊണ്ട് എനിക്ക് ഈ ക്രീം കൊടുത്തു വിട്ടു? അപ്പം ആന്റി രാവിലെ എഴുന്നേറ്റപ്പോ ഇങ്ങനെ തരണം തോന്നി. അപ്പൊ നമ്മുടെ ദൈവം നമ്മൾ ചോദിക്കും എന്ന് അറിഞ്ഞിട്ട് മുന്നേ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. അപ്പോ 12:30 ഞാൻ ദൈവത്തോട് ചോദിച്ച് എനിക്ക് തരാവോ? പക്ഷെ 9:30 അവർ പള്ളിയിൽ വരുന്നവരാ. 9:30 ആന്റി പുറത്തിറങ്ങി ഇപ്പം വേറൊരു ക്രീം കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ് വേറൊരു ക്രീം മേടിക്കാൻ പോയപ്പോ അവരെന്തോ കാർഡ് എടുത്തില്ല. അപ്പൊ അവർക്ക് പറ്റിയത് E45 ക്രീമാണ്. അപ്പൊ ഞാൻ എന്താണോ ദൈവത്തോട് ചോദിച്ചത്, ആ സമയത്ത് ദൈവം അങ്ങനെ
പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസത്തിന്റെ വർധനവിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. വേറൊരു സാഹചര്യത്തില് കുഞ്ഞുങ്ങളുടെ ഡയപ്പർ ഒക്കെ തീർന്നു, ജോലി ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ്, ഡയപ്പർ ഒക്കെ തീർന്നു, 2 ഡയപ്പറും കൂടെ അങ്ങോട്ട് ബാക്കിയുള്ളൂ. അതിന് ദൈവത്തിന് നന്ദി പറയും. അപ്പോഴായിരിക്കും ആരെങ്കിലും വന്ന് വാതിലെ മുട്ടിയിട്ട് 2 പാക്കറ്റൊക്കെ ഡയപ്പറൊക്കെ കൊണ്ടു തന്ന അവസ്ഥകളുണ്ട്. അതുപോലെ തന്നെ ജോലിയില്ലാത്ത സാഹചര്യങ്ങളായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആഹാരം 3-4 ചാക്ക് അരിയൊക്കെ ആൾക്കാർ കൊണ്ടുതന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴെന്താണെന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് അതിന് ചെയ്യാൻ കഴിയുന്നത് പിറുപിറുക്കുന്നതിന് പകരം എല്ലാറ്റിനും നന്ദി പറയുക. ആ ഒരു രാത്രിയുടെ യാമങ്ങളിലൊക്കെ ഈ കുഞ്ഞുങ്ങളുടെ ചൊറിച്ചിൽ നിമിത്തം എനിക്ക് ഉറങ്ങാൻ പറ്റാതെയായി. അപ്പൊ ആദ്യമൊക്കെ നമുക്കും ഉറക്കമില്ല, കുഞ്ഞുങ്ങളും ചൊറിച്ചില്ല, ആരെ എടുക്കണം എന്നറിയില്ല, ആർക്ക് തൂത്തു എടുക്കണം എന്നറിയില്ല. മൂത്തയാൾക്ക് 2ാമത്തെ ആൾക്കും ചൊറിച്ചിലിന്റെ ബുദ്ധിമുട്ട്, 3ാമത്തെ കുഞ്ഞിനെ ഞാൻ പ്രഗ്നന്റ്, അച്ഛൻ നൈറ്റ് ഷിഫ്റ്റിന് പോവും, നേരെ എങ്ങനെയൊക്കെയോ വിളിപ്പിച്ചിരുന്ന സാഹചര്യമാണ്. പക്ഷെ ആ സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു, ദൈവത്തെ അറിയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ വിശ്വാസം പറയാൻ തുടങ്ങി. രാത്രിയിലൊക്കെ ഇരുന്ന് വിശ്വാസം പറയും. അങ്ങനെ വിശ്വാസം പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ദൈവം എന്നെ പഠിപ്പിക്കാൻ തുടങ്ങിയത് എന്തെന്നറിയാവോ? വിശ്വസിക്കുന്നവരിൽ നിന്ന് ജീവജല നദി ഒഴുകുമെന്ന വചനത്തിൽ പറയുന്നേ. പക്ഷെ പല സമയത്തും നമ്മള് ആ അഭിഷേകം പ്രാപിച്ചിട്ട് അന്യഭാഷകളിലൊക്കെ ആരാധിക്കാൻ കഴിയാതിരിക്കുന്ന, ഒന്ന് പ്രാപിച്ച് പിന്നീട് പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് എപ്പോഴും ഒരു സംശയം കയറി, ഞാനിത് പ്രാപിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ വെറുതെ പറയുന്നേ, അങ്ങനത്തെ ഒരു ചിന്ത ശത്രു കൊണ്ടുവന്നിട്ടു. അപ്പൊ അതെനിക്കൊരു സംശയമായിട്ട് മാത്രമായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ വിശ്വാസം പറയാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞങ്ങളുടെ ഒരു ചെറിയ കൂട്ടായ്മ അവിടെ പോയി കൊച്ചിന് പാല് കൊടുത്തിട്ട് ഞാൻ അവളെ കടത്തിയിട്ട് നിൽക്കുമ്പോഴത്തേക്കും ദൈവം എന്റെ ആ സംശയത്തെ മാറ്റുന്ന രീതിയിൽ ഞാൻ അന്യഭാഷകൾ, പുതിയ ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. പിന്നീട് വന്ന് രാത്രികൾ ഈ കുഞ്ഞുങ്ങൾക്ക് ചൊറിച്ചിലിന്റെ സാഹചര്യത്തിൽ അവർക്ക് തൂത്തു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പുതുഭാഷകളാൽ ദൈവം നിറയ്ക്കാൻ തുടങ്ങി. അപ്പൊ ദൈവത്തിന്റെ വിശ്വാസം, നമ്മള് 2 രീതിയിൽ നമ്മുടെ അവസ്ഥകളെ നോക്കി നമുക്ക് പറയാം. ഒന്നെങ്കിൽ നമുക്ക് ഞാൻ ഇത്രയും നാളായിട്ട് പ്രാർത്ഥിക്കുന്നു, എന്റെ കുഞ്ഞുങ്ങൾക്ക്, എനിക്ക് അങ്ങനെ പറയാമായിരുന്നു, ഞാൻ ഇത്രയും നാളായിട്ട് പ്രാർത്ഥിക്കുന്നു, വിശ്വാസം പറയുന്നു, പക്ഷെ എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞ് നമുക്ക് ഇനി എന്നാൽ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഇരിക്കാം. അല്ല, രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ കുഞ്ഞിനൊരു മാറ്റം കാണുന്നില്ലെങ്കിലും കർത്താവെ ഞാൻ അങ്ങിൽ മാത്രം ആശ്രയിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെയാണ് വിശ്വാസത്തിന്റെ വർധനവ് സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ പറയാൻ തുടങ്ങിയപ്പോഴാണ് എന്റെ ജീവിതത്തിന് മാറ്റങ്ങൾ വരാൻ തുടങ്ങിയത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ദൈവം പുതിയ ഭാഷകളാൽ നിറയ്ക്കാൻ തുടങ്ങിയത്. പലപ്പോഴും നമ്മൾ ഈ പറയുന്ന പിറുവിറുപ്പാണ് പലതിനും ഒബ്സ്റ്റക്കിൾ ആയിട്ട് ഇരിക്കുന്നത്. പകരം നമ്മളൊന്ന് വിശ്വാസം പറ, പ്രത്യക്ഷത്തിൽ ഒന്നും കാണത്തില്ല, പക്ഷെ മറുഭാഗത്ത് ദൈവത്തിന്റെ കരുതലുകൾ കൂട്ടിവെച്ച് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയാത്തപ്പോഴും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ദൈവം തരിക തന്നെ ചെയ്യും. അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ കാണുവാൻ കർത്താവ് കൃപ ചെയ്തു. നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുമ്പോൾ വിശ്വസിക്കുന്നവര് ചിലര് ഇങ്ങനെ ഒരു വാക്യം എഴുതുന്നു, മരിച്ചവരെ അങ്ങോട്ട് ഏൽപ്പിച്ചു, പുനരുത്ഥാനമാണ് വലുതെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളൊരു വാക്യമുണ്ട്. അതായത് വിശ്വാസം എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് പ്രാർത്ഥിച്ച് മേടിക്കുക മാത്രമല്ല, രണ്ടാമത്തെ ഒരു ഭാഗം കൂടിയുണ്ട്. കർത്താവെ, എന്റെ ആഗ്രഹം ഇങ്ങനെയാണെങ്കിലും ദൈവത്തിന്റെ ഹിതമാണ് എന്റെ ആഗ്രഹങ്ങളെക്കാളും വലുതെന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നതും ഒരു വിശ്വാസത്തിന്റെ തലമാണ്. അപ്പം അങ്ങനെയുള്ള വിശ്വാസത്തിന്റെ തലങ്ങളിലേക്ക് വളരുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. അവിടെ ആയിരുന്ന സമയങ്ങളൊക്കെ ഇന്ന് ഞാൻ ഇരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ പറയും, പക്ഷെ സമയത്തിന്റെ പരിമിതി ഉണ്ട്. ദൈവം നമ്മളെല്ലാവരും നോക്കുമ്പോൾ നമ്മുടെ ഏത് സാഹചര്യവും ആവട്ടെ, ആ സാഹചര്യങ്ങളിലൊക്കെ നോക്കി നമുക്ക് വിശ്വാസം പറയാം. ദൈവത്തിന്റെ പ്രവൃത്തി വല്ലതാണ്. അപ്പൊ ഇന്ന് നമുക്കൊന്നും നമ്മൾ ആഗ്രഹിക്കുന്ന മറുപടി ഒന്നും കാണുന്നില്ലെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ദൈവസന്നദ്ധിയോട് അടുത്ത് നിന്ന്, കർത്താവ് ഇന്നലെ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവമാ, ഇന്നലെ ഇന്ന മാറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തി തന്നു, ഇനിയും കർത്താവ് ഈ വിഷയത്തിലും എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അങ്ങ് മധ്യായവനാണെന്ന് ഉറച്ചു പറയുവാൻ കർത്താവ് കൃപ നൽകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.